കർത്താവിൻ്റെ പാതപിടത്തിലായിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചതോർത്ത് നമുക്ക് കർത്താവിനോട് നന്ദി പറയാം. ദൈവത്തിൻ്റെ കൃപ ഇന്ന് ഹല്ലേലൂയ ധാരാളം അനുഭവിപ്പാൻ നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ആമേൻ ആമേൻ ഈ പകൽ ഈ ഹോളിൽ ഒരുമിച്ച് സഭയായിട്ട് കൂടി വരുവാൻ തന്ന വിലപ്പെട്ട സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്ന ഞങ്ങൾക്ക് ഈ രാവിലെ ഒരുമിച്ച് ഇവിടെ കൂടി വരുവാൻ കർത്താവ് തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ കർത്താവ് ഇന്ന് രാവിലെ ഞങ്ങളെ സഹായിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് അങ്ങേ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, ദൂതന്മാരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ, സ്വർഗീയ ആരാധനയോടുകൂടെ ചേർന്ന് ഹല്ലേലൂയ ഞങ്ങളുടെ ആരാധന ഉയരങ്ങളിലെത്തുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ സാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ട് ആമേൻ പുത്രന്മാരായി തീർന്ന പദവിയിൽ നിന്നുകൊണ്ട് ആ അതിവിശുദ്ധ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞങ്ങളെ ദൈവത്തെ സ്തുതിക്കത്തക്ക രീതിയിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവേ ഇന്ന് രാവിലെ ഏകാഗ്രമാക്കണമേ. നമുക്ക് ചേർന്ന് ദൈവത്തോടൊന്ന് ആമേൻ ഒന്ന് സംസാരിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്കൊന്ന് പകർന്നു കൊടുക്കാം. ഹല്ലേലൂയ. ഹന്ന തൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഒന്ന് തുറന്നു കൊടുത്ത് ദൈവത്തോട് സംസാരിച്ചതുപോലെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ ആമേൻ സ്തോത്രം, ദൈവത്തിൻ്റെ കൃപയാൽ അവൻ്റെ മക്കളായി തീർന്ന് നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ ആ പദവിയിൽ നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ഇന്ന് രാവിലെ കർത്താവ് നമ്മളെ സഹായിക്കുവാൻ, കർത്താവ് തന്ന ആ നീതിബോധത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ ഹല്ലേലൂയ നമ്മുടെ ഹൃദയങ്ങളെ മുഴുവനും ദൈവസന്നിധാനത്തിലേക്കൊന്ന് പകർന്നു കൊടുക്കാം. നമ്മുടെ ചിന്തകളെല്ലാം ഒന്ന് മാറട്ടെ, നമ്മുടെ വിചാരങ്ങളെല്ലാം ഒന്ന് മാറട്ടെ. ദൈവത്തിൻ്റെ വിചാരങ്ങളും ദൈവത്തിൻ്റെ വഴികളും നമ്മുടെ മേലൊന്ന് വെളിപ്പെടട്ടെ. എല്ലാവരും ചേർന്ന് ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ഇന്ന് നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ ഇവിടെ കൂടി വന്നിരിക്കുമ്പോൾ ആത്മമണ്ഡലങ്ങൾ തുറക്കപ്പെടണം. ഹല്ലേലൂയ. ദേശത്തുള്ള എല്ലാ ഇരുട്ടിൻ്റെ മീതെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരട്ടെ. ഈ ഹോളെ പരിസരങ്ങളെല്ലാം ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കർത്താവ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഹല്ലേലൂയ ഹാബേൽ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിൻ്റെ അടുക്കലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അനേകായിരം വിശുദ്ധന്മാരുടെ സർവ്വസംഘത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ആദ്യജാതന്മാരുടെ സഭയോട് കൂടെയാണ് കർത്താവേ. ഹല്ലേലൂയ. ആ സിയോൻ പർവ്വതത്തിൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങളും ഇപ്പോൾ തന്നെ ആമേൻ ഇത് ഹല്ലേലൂയ ഹല്ലേലൂയ ഓൺലൈനിലൂടെ ശ്രവിക്കുമ്പോൾ തന്നെ കർത്താവ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ തന്നെ അവരായിരിക്കുന്ന അറ്റ്മോസ്ഫിയർ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഈ പരിസരത്തിൻ്റെ ആമേൻ ഒരു ഹെവൻലി അറ്റ്മോസ്ഫിയർ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവർ കൂടിയിരുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞുവെന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവെ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേളിലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും നിങ്ങളുടെ പുത്രിമാരും പ്രവചിക്കുമെന്ന് പറഞ്ഞതുപോലെ ഒരു ഹൃദയത്തോടെ, ഒരു മനസ്സോടെ, ഒരു ശക്തിയോടെ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ദൈവത്തെ സ്തുതിക്കുവാൻ ഞങ്ങളുടെ ചിന്തകളെല്ലാം ഒന്ന് മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കത്തക്ക രീതിയിൽ കർത്താവേ ഹല്ലേലൂയ അവിടുത്തെ വചനത്താൽ ഞങ്ങൾ ഇന്ന് രാവിലെ നിർത്തണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങൾ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് തുടർന്നുള്ള ശുശ്രൂഷകളെ ഏൽപ്പിക്കുന്നു. കർത്താവേ അതിവിശുദ്ധ സ്ഥലത്ത് നിന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാൻ ഞങ്ങൾ പ്രാകാരത്തിലല്ല വന്നേക്കുന്നത്, ഞങ്ങൾ വിശുദ്ധ സ്ഥലത്തല്ല ദൈവം ഞങ്ങളെ കൊണ്ടുവന്നേക്കുന്നത്. തൻ്റെ ദേഹമെന്ന തിരശീല ചിന്തി ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് അതിവിശുദ്ധ സ്ഥലത്താകയാൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ഇന്നത്തെ ശുശ്രൂഷകൾ മുഴുവനും ഞങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുതരുന്നു. അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണം, ആത്മമണ്ഡലത്തെ തുറക്കണം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത് സംഭവിക്കട്ടെ, ഇപ്പോൾ അത് സംഭവിക്കട്ടെ, ഇപ്പോൾ അത് സംഭവിക്കട്ടെ. ആത്മതലങ്ങൾ തുറക്കപ്പെടട്ടെ, മാനുഷികതകളെല്ലാം ഞങ്ങളെ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ.
Hallelujah, 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 hallelujah. പരിശുദ്ധാത്മാവിനോടൊന്ന് നമ്മളൊന്ന് ഇഴകിച്ചേർന്ന വേഗത്തിൽ ഹല്ലേലൂയ. ചുരുക്കം മണിക്കൂറുകളാണ് നമ്മളായിരിക്കുന്നത്. ഈ സമയം നമുക്ക് ഒരു മിനിറ്റ് പോലും കളയാൻ കഴിയാത്ത രീതിയിൽ നമുക്ക് കർത്താവുമായിട്ടൊന്ന് ഇഴകിച്ചേർന്നാട്ട് ആ ദൈവ സാന്നിധ്യത്തെ നമ്മളൊന്ന് അനുഭവിച്ചാട്ട് ആ നിറവിനെ നമ്മൾ നേറ്റെടുത്താട്ട് ആ അഭിഷേകത്തെ നമ്മൾ നേറ്റെടുത്താട്ട് ആ ദൈവശക്തിയെ നമ്മൾ നേറ്റെടുത്താട്ട് ആ നന്ദിയുള്ള ഹൃദയം ഇന്ന് രാവിലെ നമുക്കുണ്ടാകട്ടെ. ഹല്ലേലൂയ. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഹല്ലേലൂയ നിറഞ്ഞ് കവിയുന്ന ഒരനുഭവം നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ ആമേൻ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ ഇത്രത്തോളം എന്നെ
എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്റെ ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും. We thank you, Lord Jesus, for the wonderful things that you have done. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ഇത്രത്തോളം ഞങ്ങളെ യോഗ്യരാക്കിയതിനായി നന്ദി കർത്താവേ. Oh, you saw us worthy, O Lord Father. നീ ഞങ്ങളെ worthy-ആയിട്ട് കണ്ടതിനായി നന്ദി അപ്പാ. ഓ, ഞങ്ങളുടെ കുടുംബത്തെ ഓർത്തതിനായി, ഞങ്ങളെ ഓർത്തതിനായി. Before even we were born, before even we were formed, ഞങ്ങൾ ഉരുവാകുന്നതിന് മുമ്പേ തൊട്ടേ, ഓ Ramashantaragasyatorama, you had planned for us. You had many promises for us. Oh Jesus, ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ചതിനായി നന്ദി അപ്പാ. Oh, before we were even formed, ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ചതിനായി നന്ദി അപ്പാ. ഇത്രത്തോളം എന്നെ അത്ഭുതമായി ശരദാസിക്കിരവാസിക്കിതുരവശകവ. യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. കർത്താവേ, നന്ദി പറയുന്നപ്പാ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ യോഗ്യത ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ.
എല്ലാത്തിനകത്തു നിന്നും ഹല്ലേലൂയ നീ മരിച്ച ക്രൂശിങ്കൽ ആകർഷിക്കായി എന്നെ പ്രിയ രക്ഷകാ നീ മുറിഞ്ഞ മാർവിങ്കൽ എന്നെ രക്ഷിപ്പാൻ ഉന്നതം വിട്ട് മണ്ണിൽ വന്ന കർത്താവേ നിന്നെ സ്വർഗ്ഗത്തിൽ നിന്നിഹേ കൊണ്ടു വന്ന നിൻ ആകർഷിക്കായി എന്നെ പ്രിയ രക്ഷകാ നീ മരിച്ച ക്രൂശിങ്കൽ ആകർഷിക്കായി എന്നെ പ്രിയ രക്ഷകാ നിൻ മുറിഞ്ഞ മാർവിങ്കൽ ആകർഷിക്കായി എന്നെ പ്രിയ രക്ഷകാ നീ മരിച്ച ക്രൂശിങ്കൽ എത്ര പേർക്ക് ആ ബോധ്യമുണ്ട് ആകർഷിക്കായി എന്നെ പ്രിയ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും മാറ്റി എന്നെ നിന്റെ അടുത്തോട്ടൊന്ന് ആകർഷിക്കുവാൻ ഓ ജീസസ് നമ്മുടെ മുമ്പിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഒത്തിരി വിഷമിക്കാൻ കാരണങ്ങളുണ്ട് ഓ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ നമുക്കൊന്ന് പറയാം Lord please draw me Lord towards you let not this world pull me out from you Lord എന്നെ നിന്റെ അടുത്തുനിന്ന് കൊണ്ടുപോകാതെ oh let me get attracted to you Lord ഒരു മാഗ്നറ്റിനോട് മെറ്റൽ എങ്ങനെയാണോ അട്രാക്ട് ആവുന്നത് അതുപോലെ ഞാൻ അങ്ങോട്ട് അട്രാക്ട് ആവട്ടെ അപ്പാ because നിന്നിലാണല്ലോ ജീവമൊഴികൾ ഇരിക്കുന്നത് നിന്നിലാണ് ഇറ്റേണൽ ലൈഫ് ഇരിക്കുന്നത് നിത്യ ജീവൻ നിന്റെ അടുത്തായിരിക്കുന്നത് അപ്പാ ഞാൻ നിന്റെ അടുത്തുനിന്ന് പോകാതിരിക്കുവാൻ please attract me towards you Lord draw me towards you Lord പിശാച് കൊണ്ടുവരുന്ന ചിന്തകളെല്ലാം പിശാച് കൊണ്ടുവരുന്ന കർത്താവേ മനസ്സിൽ കൊണ്ടുവരുന്ന ആ സ്ട്രഗിൾ അതിനെയെല്ലാം ഒന്ന് കുടഞ്ഞു കളഞ്ഞ് let me get nearer to you Lord draw me nearer towards you Lord oh rabba shekela basianta നമ്മളെ തന്നെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് വിട്ടുകൊടുക്കാം ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഫേവർ എന്ന് പറഞ്ഞാൽ he saw you he selected you നമ്മളെ വിളിച്ചു പേര് ചൊല്ലി വിളിച്ചു കർത്താവേ ആത്മമണ്ഡലം തുറക്കട്ടെ അപ്പാ ഞങ്ങൾ ആത്മാവിലെ കാര്യങ്ങൾ കാണട്ടെ കർത്താവേ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്കൊരു ഓപ്പണിംഗ് തരണേപ്പാ ഓ ജീസസ് കർത്താവിൻ്റെ ആ സ്നേഹം ക്രൂശിൽ ഞങ്ങളോട് കാണിച്ച ആ സ്നേഹം ഓ ഞങ്ങൾക്കൊന്ന് ഓപ്പൺ ചെയ്ത് തരണേ അപ്പാ ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ ഹൃദയത്തെ തുറന്ന് നിന്റെ സന്നിധി വരുന്നു അപ്പാ we come to you Lord Father you alone are worthy Lord Father Jesus rabba seke rama sheke rabba baba baba worthy 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 is your name Lord draw me nearer 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 blessed Lord to the cross where thou hast died we love you Lord Jesus
സ്നേഹത്തിന് മുമ്പിൽ ഒന്ന് കൊടുക്കാം. ആ സ്നേഹത്തെ മറിഞ്ഞ് കടന്നു പോകാൻ നമുക്ക് പറ്റത്തില്ല, അല്ലേ? That love ഈ ലോകം പറയുന്ന സ്നേഹമല്ല, സംതിങ് ദാറ്റ് വി ഹാവ് എക്സ്പീരിയൻസ്ഡ്. നമുക്കൊരു പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു സ്നേഹം നമ്മളെ വലിച്ചെടുത്തു. നമ്മളെ വലിച്ചെടുത്ത സ്നേഹം. ഓ ജീസസ്, നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാം. Let us submit ourselves. ram shekeriba sekeriba rakababa. വചനത്തിലുണ്ട്, നല്ല ഒലീവിന്റെ കൂടെ വൈൽഡ് ഒലീവിനെ ചേർത്ത് വെക്കുന്നു. നമ്മൾ ആ വൈൽഡ് ഒലിവാണ്, കാട്ടൊലിവിനെ എടുത്തിട്ട് ആ നല്ല ഒലിവിനോട് ചേർത്ത്. നമ്മുടെ യോഗ്യത ഒന്നും ചോദിച്ചില്ല, നമ്മൾ ആരാന്ന് ചോദിച്ചില്ല. He just took us and placed it. അവിടോട്ട് അങ്ങ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചു. എത്ര പേർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? നമ്മളെ എടുത്തിട്ട്, നമ്മളെ ഒരു യോഗ്യത ഇല്ലാത്ത നമ്മളെ എടുത്ത് നമ്മളെ ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചു, ഒട്ടിച്ചു വെച്ചു. യോഗ്യത ഇല്ലാത്ത നമ്മളെ എടുത്ത് ഒട്ടിച്ചു വെച്ചു. പത്രോസ് യേശുവിനോട് പറയുക, ഞങ്ങൾ എവിടെ പോകും? വേർ വിൽ വി ഗോ? ഇറ്റേണൽ ലൈഫ് ഇസ് വിത്ത് യു. നിന്റെ കയ്യില, നിന്റെ അടുത്താണ് നിത്യജീവൻ ഇരിക്കുന്നത്. ആ നിത്യജീവനോട് നമ്മളെ എടുത്ത് ഒട്ടിച്ചു വെച്ചു. കാട്ടൊലിവായ പത്രോസിനെ എടുത്ത് നല്ല ഒലിവ്, അതെന്തോന്ന് കേട്ടെ, ഇറ്റേണൽ ലൈഫാ. യേശുവിന്റെ അടുത്തിരിക്കുക. ഈ ഇറ്റേണൽ ലൈഫ് എന്ന് പറഞ്ഞ ബിഫോർ the whole universe was made, ആ ഇറ്റേണൽ ലൈഫ് അവിടെ ഉണ്ട്. അതിനൊരു മാറ്റവും നടക്കുന്നില്ല. ആ ഇറ്റേണൽ ലൈഫിനെ പല ജനറേഷൻ അനുഭവിച്ചത് വേറെ രീതിയിലാണെങ്കിലും ഇറ്റേണൽ ലൈഫിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്നും മാറുന്നില്ല. ഇത് ശിഷ്യന്മാർക്ക് മനസ്സിലായി, ഇത് പത്രോസിന് മനസ്സിലായി. അപ്പൊ പത്രോസ് പറയുക, ഞങ്ങൾ എവിടെ പോകാനാ നിന്നെ വിട്ടിട്ട്? പത്രോസിന് ഒരു കാര്യം മനസ്സിലായത്, ഇത് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് ദൈവത്തിൻ്റെ പുത്രനാണ്, യേശു ദൈവത്തിൻ്റെ പുത്രനാണ് അവന് മനസ്സിലായി. ഓക്കെ, നമ്മൾ ആക്സ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം അതിനോട് ജസ്റ്റ് ഒന്ന് ബന്ധപ്പെടുത്തി ഞാൻ പറയാനാ. ആക്സിൻ്റെ 2-ാമത്തെ അധ്യായമാണ് ഞാൻ എടുത്തത്. അപ്പം അതിനകത്ത് പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പേ തന്നെ പുള്ളിക്കാരന് പല കാര്യങ്ങൾ അവിടെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ അത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുന്നില്ല. എങ്കിലും എന്തൊക്കെ മനസ്സിലായി. ഈ യേശുവിൻ്റെ കൂടെ ഇത്രയും കാലം നടന്നപ്പോൾ ഇവന് മനസ്സിലായി, ദിസ് ഗൈ ഇസ് നോട്ട് എ നോർമൽ പേഴ്സൺ. ഇത് ദൈവത്തിൻ്റെ പുത്രനാണെന്നൊരു വെളിപ്പാട് അവന് കിട്ടി. അതിനകത്ത് നിൽക്കാൻ പറ്റിയില്ലെങ്കിലും അവന് കിട്ടിയത്. അവനാണ് പറയുന്നത്, നിന്റെ അടുത്തുനിന്ന് ഞങ്ങൾ എവിടെ പോകാനാ? ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇതിന്റെ മുമ്പേ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ജീസസ് ഇസ് സ്പീക്കിംഗ് അബൌട്ട് സംതിങ്. അവിടെ നിന്ന് ശിഷ്യന്മാർക്ക്, കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല, ഇവൻ എന്തോ ഈ പറയുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു, ഞാൻ ഇത് പറഞ്ഞിട്ട്, ഈ പത്രോസിന് മനസ്സിലായി ദാറ്റ് ഇറ്റേണൽ ലൈഫ്, ആ നല്ല ഒലിവ് ഇവിടെ നിപ്പുണ്ട്. ഈ നല്ല ഒലിവിൻ്റെ അടുത്തോട്ട് പത്രോസ് അട്രാക്റ്റ് ആയി പോവുക. മനസ്സിലായോ? അപ്പം നമ്മൾ പാട്ട് പാടില്ലേ, ആകർഷിക്കുക എന്നെ. പത്രോസിനെ അട്രാക്റ്റ് ചെയ്തു. അവൻ പറയും, ഇനി ഞങ്ങൾ പോകുന്നില്ല എങ്ങോട്ടും. ഞങ്ങൾക്ക് മനസ്സിലായി ദാറ്റ് ഞങ്ങളുടെ ജീവൻ ഇവിടെ ഇരിക്കുന്നത്. ഈ ജീവൻ വിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല.
ഒരു ഇറ്റേണൽ ലൈഫ് എന്ന് പറയുമ്പോൾ ആ ജീവനകത്ത് നമുക്ക് വേണ്ടി ഇതെല്ലാം ഇരിപ്പുണ്ട്. Everything that the spirit needs, everything that the body needs, everything that the mind needs. നിങ്ങളുടെ മനസ്സിന് ആവശ്യമുള്ളത്, നിങ്ങളുടെ കുടുംബത്തിന് ആവശ്യമുള്ളത്, yes Lord, നിങ്ങളുടെ മക്കൾക്ക് ആവശ്യമുള്ളത് we receive it. യേശുവേ, പലപ്പോഴും മനസ്സ് തളർന്നു പോകുമ്പോൾ നമ്മളൊരു കാര്യം ഓർത്തോണം. ഞാൻ ആ ഇറ്റേണൽ ലൈഫ് എന്ന് പറയുന്ന നല്ല ഒലിവിനോട് ചേർത്ത് വെച്ചേക്കുവാണ്. ഒരു ഓപ്ഷൻ തരാതെ തന്നെ എന്നെ കൊണ്ട് അവിടെ വെച്ചേക്കുക. പണ്ട് പറഞ്ഞതുപോലെ നിങ്ങൾ ഓൾറെഡി ക്രിസ്തുവിൽ നിൽക്കുക. യു ആർ ഓൾറെഡി ക്രിസ്തുവിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പിശാചാന്ന് വന്ന് പറയുന്നത്, ഈ പത്രോസിന് ഓൾറെഡി വെളിപ്പാട് കിട്ടിക്കഴിഞ്ഞു, നിത്യജീവൻ ഇവിടെ ഇരിക്കുന്നെന്ന്. പിശാചാണ് അവന്റെ അകത്ത് കൊണ്ട് ഭയം ഇടുന്നത്. നമ്മുടെ അകത്ത് അത് ഇരിപ്പുണ്ട്. ആ വെളിപ്പാട് നമ്മുടെ അകത്ത് ഇട്ടേക്കുവാ ദൈവം. ജസ്റ്റ് ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മതി. ആ ഇറ്റേണൽ ലൈഫിന്റെ അടുത്തുനിന്ന് ഞാൻ പോകുന്നില്ല. ഇറ്റേണൽ ലൈഫിന്റെ ആ നല്ല ഒലീവിന്റെ അടുത്തുനിന്ന് ഞാൻ പോകുന്നില്ല. ഐ ആം ഗ്രാഫ്റ്റഡ്. അതിനെ ഒടിച്ചു മാറ്റാൻ ആർക്കും പറ്റത്തില്ല. ഈ പ്രായമൊന്നും വിഷയമല്ല ദൈവത്തിന്. ഓ, നിന്റെ അവൈലബിലിറ്റി ആണ് ദൈവത്തിന് ആവശ്യം. God is asking, hallelujah. ദൈവം യേശു പറയുക, hallelujah, ഞാൻ ഇത്രയൊക്കെ പഠിപ്പിച്ചല്ലോ, നിങ്ങൾക്കും പോണോന്നാ ദൈവം ചോദിക്കുന്നത്. ദൈവം നമ്മളെ അവൻ്റെ അടുത്തുനിന്ന് പറിച്ചൊന്നും മാറ്റുന്നില്ല. നീ എന്താ എന്നോട് ഇങ്ങനെ കാണിച്ചത്? നമ്മളെല്ലാവരും ചോദിക്കുവേ. അതൊക്കെ നോ, അങ്ങനെ ചോദ്യം വരുന്നില്ല. ദൈവമല്ല നമ്മളെ അവൻ്റെ അടുത്തുനിന്ന് പറിച്ചു മാറ്റിയത്. നമ്മളങ്ങ് മാറി നിന്ന് ചോദിക്കും, ദൈവമേ നീ എന്താ എന്നെ മാറ്റിയത്? ഞങ്ങൾക്ക് എന്തിങ്ങനെ ആയിപ്പോയത്? നോ, നീ ഒറ്റയ്ക്കല്ല. യു ആർ നോട്ട് അലോൺ. യു ആർ നോട്ട് അലോൺ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ കൂടെ എത്ര പേരുണ്ടെങ്കിലും, എത്ര സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും, there is a point when you feel that, oh my God, I'm so lonely. അത് നമ്മൾ ലോൺലി ആയതുകൊണ്ടല്ല, പിശാച് കൊണ്ട് ഇടുന്ന കള്ളമാണ് അകത്ത്. ദാറ്റ് നീ ലോൺലി ആണ്, നിന്നെ കൊണ്ട് പറ്റത്തില്ല, ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയിപ്പോയേനെ. നോ, Jesus is saying that I am with you. Oh, I am with you. നിന്നെ ഞാൻ എന്നോട് ചേർത്ത് ഒട്ടിച്ചു വെച്ചേക്കുക. ഈ ഒട്ടിച്ചു വെച്ചത് പിശാച് കൊണ്ട് പോകാൻ നോക്കുന്നതാണ്. ഓ, അവൻ പറയുന്ന കള്ളമാണെന്ന്. ഓ, എത്ര പേരത് റിയലൈസ് ചെയ്യുന്നുണ്ട്? ഇനിയും നമ്മുടെ വായിന്ന് വരില്ല ഞാൻ ഒറ്റയ്ക്കാണെന്ന്. നോ, നീ അല്ല, നീ ഒറ്റയ്ക്കല്ല. ആ ഈ യൂണിവേഴ്സിനെ ഉണ്ടാക്കിയ അപ്പനാണ് നിന്റെ കൂടെ ഉള്ളത്. അവനാണ് ഡിസൈഡ് ചെയ്തത് അവന്റെ മകനെ ഇങ്ങോട്ട് വിടുവാണെന്ന്. Oh, hallelujah. Oh, Rabba Shakalaba. Whoever is feeling lonely, I don't know, God is speaking like that. ഈ loneliness പറയാനല്ല ഞാൻ വന്നത്. We are not lonely. അത് പിശാച് കൊണ്ടുവരുന്ന കള്ളമാണ്. ഉദാരക സമ്മലഘടക ശിഖബബബബ ഉദാരക സിഖിലിബ ശബബബബബ. നിന്റെ സ്നേഹം എന്നെ വലിച്ചു കൊണ്ടുവന്നതാണ്. Oh, he pulled you out of that place. Yes. ഡാർക്ക്നെസ്സിൽ നിന്ന് നമ്മളെ വലിച്ച് ജീവനിലേക്ക് കൊണ്ട് ഒട്ടിക്കുക. ജീവനിലേക്ക് കൊണ്ട് ഒട്ടിക്കുക. ആ നല്ല ഒലിവിന്റെ സ്വഭാവം ഇനിയും എൻ്റെ അകത്തുണ്ട്. ഇറ്റ് ഈസ് ഇറ്റേണൽ. അതാരും കൊണ്ടുപോകുന്നില്ല. അതാരും കൊണ്ടുപോകുന്നില്ല. അതാരും കൊണ്ടുപോകുന്നില്ല. നീ ഒരു തെറ്റിയ ഡിസിഷൻ എടുത്തത് കൊണ്ട് ദൈവം നിന്നെ കൈവിടുന്നില്ല. എൻ്റെ കയ്യിൽ നിന്നൊരു തെറ്റി ഡിസിഷൻ സംഭവിച്ചു. God is not leaving you. നിന്നെ ദൈവം വിടുന്നില്ല. നിന്നെ ദൈവം വിടുന്നില്ല. Oh Jesus. ഉയരമോ ആഴമോ വേർപിരിക്കാൻ
ജ്വാലയാകും നിൻ സ്നേഹത്തിനാലേ നീ എന്നെ സ്വന്തമാക്കി മൃത്യുവിനാലെ പോലും അണയാത്ത ജ്വാലയാകും. ഓ
shandaraga sikha baba baba. Urama siantorama shikala baba baba. Oh കാട്ടൊലിവായ എന്നെ സ്വന്തമാക്കിയ ഓ ദൈവത്തിന്റെ ആ സ്നേഹം ഓ ആ സ്നേഹം എന്റെ അകത്തൂന്ന് ഓ ഹല്ലേലൂയ let it overflow അത് കവിഞ്ഞൊഴുകട്ടെ അപ്പാ ഓ റമശിഖലബ ഈ രാജ്യത്തിന് വേണ്ടിയ ജീവൻ എന്റെ അകത്തൂന്ന് ഒഴുകട്ടെ അപ്പാ അന്യഭാഷയുള്ളവർ അന്യഭാഷയിലൊന്ന് ആരാധിച്ചേ ആമേൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് oh when the Holy Spirit descended upon them അവരുടെ മേളിൽ വന്നപ്പോൾ ഓ അവർ ആള് മാറിയവരെ പോലെയായി എന്ന് പറയുന്നത് ഓ അവർ കീഴടങ്ങി ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ മേളിൽ ഹല്ലേലൂയ they submitted themselves അവരെ തന്നെ കൊടുത്തു ഹല്ലേലൂയ നിങ്ങളെ തന്നെ ഒന്ന് കൊടുത്തേ ആമേൻ ഹല്ലേലൂയ അവർ അന്യഭാഷയിൽ സംസാരിച്ചു because they gave themselves to the Holy Spirit. Oh Jesus, രാജ്യങ്ങൾ അവരുടെ മുമ്പിലോട്ട് വരുക ആമേൻ അവരുടെ ശബ്ദമാണ് രാജ്യങ്ങളിലേക്ക് പോയത് ആമേൻ ഹല്ലേലൂയ നമ്മളെ ഈ രാജ്യത്ത് വെച്ചിരിക്കുന്നത് ഓ നമ്മുടെ അകത്തുനിന്ന് വരുന്ന ആ ജീവജല നദി ഓ ഹല്ലേലൂയ ഓ ജീസസ് ഓ റബസിക്കിലി ബഷഖബബ ബേർഗിയാ പറഗ സെക്കിലബ ഉഡാലഗ സമ്പലവ ശിഖബബ എന്നെ നീ സ്വന്തമാക്കി കബസെക്കബല ശഖലബ ഓ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവർ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി they became supernatural അവർ സൂപ്പർനാച്ചുറൽ ചെയ്യാനല്ല അവരങ്ങ് സൂപ്പർനാച്ചുറൽ ആവുക ഓ അവരുടെ വായിന്ന് വരുന്ന വാക്കുകൾ അവിടെ നിന്ന് ആൾക്കാർ പറയുന്നത് ഓ ഞങ്ങളുടെ ഭാഷയിലാണല്ലോ ഇവര് സംസാരിക്കുന്നെന്ന് അവരങ്ങ് അത്ഭുതമായി മാറുക ആമേൻ അവര് പോലും അറിയുന്നില്ല നിങ്ങൾ ആ വെളിപ്പാടിലേക്കൊന്ന് കേറിക്കേ ആമേൻ 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 ആക്ട്സ് ഓഫ് അപ്പോസ്റ്റലിലോട്ട് നിങ്ങളൊന്ന് കേറിക്കേ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഓ ജീസസ് നിങ്ങളുടെ മേളിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഓ സംഭവിക്കാൻ പോകുന്നത് ആ ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നത് രണ്ടാമത്തെ അധ്യായത്തിൽ അത് ഫുൾഫിൽ ആകുക Oh, I want you to get into that acts of apostle. We are called for that. We are called to become that acts of the apostles who did were in action. Our action like കേറിയ ആ ഒരു സംഭവത്തിലേക്ക് ഇപ്പോൾ നമ്മൾ കേറണമെന്ന പരിശുദ്ധാത്മാവ് പറയുന്നത്. Oh, yes Lord Acts of Apostle നാത്തോട്ട് കേറി കഴിയുമ്പോഴാണ് പിന്നെ എപ്പസ്റ്റലിലെ വെളിപ്പാടെല്ലാം നമ്മുടെ അകത്തോട്ട് വരാൻ പോകുന്നത്. അല്ലെങ്കിൽ ആ എപ്പസ്റ്റൽ എടുത്തിട്ട് നമ്മൾ എന്തൊക്കെയോ ബുദ്ധിയിൽ പറയാൻ നോക്കും. If it has to come into effect, get into that acts of apostle. Oh, you start action. ആ ആക്ഷനിലേക്ക് ഒന്ന് കേറിക്കാൻ നിങ്ങൾക്കൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ലായിരിക്കും. അവരെല്ലാം പേടിച്ച് അവരെ നിൽക്കുന്നത് അവർക്കറിയത്തില്ല അവരുടെ നേതാവ് പോയി. ഫിസിക്കലി ഹി ഈസ് നോട്ട് ദേർ. അവരാ പേടിയും ഇൻസെക്യൂരിറ്റിയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ ഓ പരിശുദ്ധാത്മാവ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ അവർ വേറെ ആൾക്കാരാ. അവർക്ക് പിന്നെ ആരെയും പേടിയില്ല. അവർക്ക് പിന്നെ ആരെയും പേടിയില്ല. ഓ അവർക്ക് പിന്നെ ആരെയും പേടിയില്ല. പൗലോസ് വരുന്നത് പിന്നെയാണ്.
അതിന് മുമ്പ് ഈ അപ്പോസ്തലന്മാര് ഹല്ലേലൂയ അവർക്ക് പേടിയില്ല. ഓ അവർക്ക് ആരും പേടി വരുന്നില്ല. പിന്നെ പത്രോസ് സ്വഭാവമല്ല കാണിക്കുന്നത്. അവനോട് പറഞ്ഞു വാഗ്ദത്തമുണ്ട്, നീ പാറയാകുന്നു. പിന്നെ അവൻ പാറയായി മാറുമോ? Oh Jesus. Oh Rakhabasekelaba. I prophesy over this Kuwait as a country. ഇതിന്റെ മേളിൽ acts of apostle will അത് ആക്റ്റീവ് ആവാൻ തുടങ്ങുമെന്ന്. അത് നമ്മുടെ സഭയ്ക്കകത്തുനിന്ന് പോകുമെന്ന്. ഓ ആ ഒരു വൈബ്, ആ ഒരു the nation will be attracted. Oh Kabashekilaba. ഇത് നിങ്ങൾ പ്രവചനമായിട്ട് എടുക്കണം. ഓൺലൈനിൽ കേൾക്കുന്ന ആരാണെങ്കിലും receive this. If you are in Kuwait, you're going to see that acts of apostle being displayed in this country. Oh Jesus. Oh, they were filled with the Holy Spirit. Then the Holy Spirit guided them, controlled them. അവരെ നയിച്ചുകൊണ്ട് പോയത് പരിശുദ്ധാത്മാവാണ്. ഏത് സഭയാണോ പരിശുദ്ധാത്മാവിനോട് കീഴടങ്ങിയത്, അവരിലാണ് പുതിയ വിശ്വാസികൾ കയറി വന്നത്. Don't try to bring in. Don't try to bring in. വേറെ സഭയെന്ന് പിടിച്ചോണ്ട് വരാനല്ല. നമ്മളെ വിളിച്ചിരിക്കുന്നത് പുതിയ ആൾക്കാരോട് സുവിശേഷം പറഞ്ഞ് അവരെ സഭയ്ക്കകത്തോട്ട്, ആമേൻ, ഞാൻ പറയുമ്പോൾ ഈ സഭയല്ല, ദൈവത്തിന്റെ ദൈവരാജ്യം എന്ന് പറയുന്ന ദൈവസഭയ്ക്കകത്തോട്ട് കൊണ്ടുവരേണ്ടത് ജാതികളെയാണ്. Oh, you are supposed to bring nations into this church. Oh, Rabba Shekeli. I want to prophesy over Ankit and Johan. അവരിവിടെ നിന്ന് പാടുമ്പോൾ ചുമ്മാ ഒരു പാട്ടല്ല അവർ പാടുന്നത്. ആക്ച്വലി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഐ നോട്ടീസ് സംതിങ്. അവരങ്ങ് അവരുടെ മനസ്സോടുകൂടിയാണ് പാടുന്നത്. ദേ ആർ നോട്ട് ട്രൈങ് ടു പ്രൂവ് ദെംസെൽഫ് ആസ് സിംഗേഴ്സ് ഓർ കീബോർഡ് പ്ലെയേഴ്സ്. ഇവരെ ഞാനിപ്പോൾ I bless them. ഞാൻ ത്രിത്വത്തിൽ നിന്ന് ഹല്ലേലൂയ I bless these youngsters. ഇവരെ രണ്ടുപേരെയും let them reach nations. ഇവരുടെ അടുത്തോട്ട് വരട്ടെ. ഇവരുടെ അടുത്തോട്ട് വരുന്ന രാജ്യങ്ങൾ ഹല്ലേലൂയ nations, let them come to them. Let them be attracted to them. ഇവരുടെ അകത്തിരിക്കുന്ന ക്രിസ്തുവിനെ അട്രാക്റ്റ് ആയി അവർ വരട്ടെ. അവർ പല രാജ്യത്തെ ആൾക്കാരുമായിട്ട് അവർ സംസാരിക്കട്ടെ. അവരോട് വന്ന് ചോദിക്കട്ടെ, how come you are like this? അവരന്നേരം hallelujah hallelujah gospel പറയുവാൻ ഇക്യുപാകും. പത്രോസ് ഇക്യുപ്ഡ് അല്ലായിരുന്നു സുവിശേഷം പറയുവാൻ. But when nations came to them, they started speaking the gospel. അതുപോലെ ഇവര് I bless them. ആ ത്രിത്വത്തിൽ നിന്ന് ഞാൻ ഇവരെ ബ്ലെസ് ചെയ്യുന്നു. Jesus hallelujah. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു പിള്ളേരെ ഞാൻ equip ചെയ്യുന്നു. Jesus, let them get equipped to speak the gospel. ആ ഗോസ്പലിന്റെ ഒരു ബിഹേവിയർ ഇവരിൽ വരട്ടെ അപ്പാ. hallelujah. ആള് മാറിയവരെ പോലെ I mean, I request everyone sitting here, നിങ്ങൾ ആക്ട്സ് ഓഫ് അപ്പോസ്റ്റലിലോട്ടൊന്ന് കയറണം. നിങ്ങൾക്കൊരു തിടുക്കം വരണം. ഇന്ന് ഞാൻ പറയുമെന്ന് നിങ്ങൾക്കൊരു തിടുക്കം വരണം. നിങ്ങളിത് പറഞ്ഞു കഴിയുമ്പോൾ ഇത് നിങ്ങളുടെ അകത്തോട്ട് കയറുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. നമ്മുടെ സഭ ഒരു മൂവിലേക്ക് കയറുക. ആ മൂവാണ് ആക്ട്സ് ഓഫ് അപ്പോസ്റ്റൽസ്. വി ആർ അപ്പോസ്റ്റൽസ്. നമ്മൾ അപ്പോസ്റ്റൽസ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോസ്തലന്മാരായിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ. Amen. Amen. Hallelujah. We thank you, Lord Jesus.
ചുമരിൽ ഏറ്റു. എന്നാവ് വരണ്ടപ്പോൾ നിത്യമാമുറവ നൽകി. മൃത്യുവിനാലെ പോലും അണയാത്ത ജ്വാലയാകും. ഒരിക്കലും അണയാൻ കഴിയാത്ത ജ്വാലകളായി പെന്തക്കോസ്ത് നാളിൽ അഗ്നിനാവുകൾ അവർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, അവരെ വെളിച്ചമായി മാറി. അവരുടെ ശബ്ദങ്ങൾ ഇരുളിന്റെ മണ്ഡലങ്ങൾക്ക് ഭയമായി മാറി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളെ അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരു ഉറപ്പോടെ നിൻ സ്നേഹവീഞ്ഞിനാലേ നീ എന്നെ സ്വന്തമാക്കി. കർത്താവേ, ഞങ്ങള് ഒരുമിച്ച് സഭയായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ ഒരു വലിയ ദൈവപ്രവൃത്തിയിലേക്ക്, ആ ഒരു നല്ല ഒലിവിനോട് ഇന്ന് ഞങ്ങൾ ഒട്ടിച്ചേരുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒട്ടിച്ചേർന്നത് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഞങ്ങളിലൂടെ അതിൻ്റെ ഫലങ്ങൾ പുറത്തേക്ക് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അതിരുകൾ വിശാലപ്പെടട്ടെ, അതിരുകൾ വിശാലപ്പെടട്ടെ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് അതിരുകൾ വിശാലപ്പെടട്ടെ, അതിരുകൾ വിശാലപ്പെടട്ടെ, അതിരുകൾ വിശാലപ്പെടട്ടെ, അതിരുകൾ വിശാലപ്പെടട്ടെ. കൂടാരത്തിൻ്റെ കുറ്റികൾ ആമേൻ ഹല്ലേലൂയ മാറ്റിയടിക്കാൻ യെശയ്യാ 54 പറയുന്നത് പോലെ നിങ്ങളുടെ നിവാസങ്ങളെ മാറ്റിയടിക്കുവീൻ. ഹല്ലേലൂയ, നിങ്ങളുടെ കൂടാരങ്ങളെ വിശാലമാക്കുവീൻ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ ഒന്ന് വിശാലമാക്കാം. നമ്മുടെ കാഴ്ചപ്പാടുകൾ നമുക്കൊന്ന് മാറ്റാം. നമ്മുടെ ബൗണ്ടറികളെല്ലാം ഒന്ന് മാറട്ടെ. യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം വ്യാപരിക്കുന്ന ദൈവശക്തി നമ്മുടെ ചിന്തകളെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ ഹല്ലേലൂയ മാറ്റുന്ന ദൈവപ്രവൃത്തി. നേഷൻസ് ഇവിടെ കടന്നു വരട്ടെ, ജാതികൾ ഇവിടെ കടന്നു വരട്ടെ, പുതിയ ആത്മാക്കൾ കടന്നു വരട്ടെ. രക്ഷിക്കപ്പെടാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് അതുപോലുള്ള ദൈവപ്രവർത്തികൾ ഒഴുകട്ടെ. ഈ കുവൈറ്റിന്റെ മണ്ണിൽ ഹല്ലേലൂയ ജീവന്റെ നദികൾ ഒഴുകട്ടെ, ദൈവപ്രവർത്തികൾ ഒഴുകട്ടെ. ഇവിടുത്തെ 6 ഗവർണേറ്റുകളിലും ആത്മാവിന്റെ നദി ഒഴുകട്ടെ, ദൈവ സാന്നിധ്യം ഒഴുകട്ടെ, ദൈവകൃപ ഒഴുകട്ടെ. ഓ ഹല്ലേലൂയ, സത്യത്തിന്റെ വചനത്തിന്റെ സാന്നിധ്യം കൊണ്ട് ദേശം നിറയട്ടെ. പുതിയ ഡോറുകൾ തുറക്കപ്പെടട്ടെ. ഇന്ന് രാവിലെ ഇവിടെ വന്നിരിക്കുന്നവർക്ക് ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ഓൺലൈനിൽ ജോയിൻ ചെയ്തവർക്ക് ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് കേൾക്കുന്നവർ കാണുകയും ചെയ്യുമ്പോൾ അവരായിരിക്കുന്ന ഇടത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി അവരെ സൗഖ്യമാകട്ടെ. കർത്താവ് നിന്നെ ഒരിക്കലും വിടാത്ത രീതിയിലാണ് പിടിച്ചേക്കുന്നത്. അവൻ ഇടയ്ക്കിട്ടിട്ട് പോകുന്നവനല്ല. അവന്റെ കരം നിന്റെ മേൽ വന്നു കഴിഞ്ഞതാണ്. നീ ഇനി സംശയിക്കേണ്ട ആവശ്യമില്ല, നീ ഇനി സംശയിക്കേണ്ട ആവശ്യമില്ല. നീ ഇനി ആഴങ്ങളിലേക്ക് പോകത്തില്ല പത്രോസേ, നീ ഇനി സംശയിക്കേണ്ട ആവശ്യമില്ല. നിനക്കെതിരെ വന്ന തിരമാലകളുടെ മീതെ, നിനക്കെതിരെ വന്ന പ്രശ്നത്തിന് മീതെ നടക്കാൻ നമുക്ക് വന്ന അവിശ്വാസത്തിനകത്ത് നമ്മൾ താണുപോവല്ല, രോഗത്തിനകത്ത് നമ്മൾ താണുപോവുകയല്ല, പ്രതിസന്ധികൾക്കകത്ത് നമ്മൾ താണുപോവുകയല്ല. കുടഞ്ഞെഴുന്നേറ്റ് അതിന് മീതെ കൽപ്പിക്കാൻ, അതിന് മീതെ നടക്കാൻ. പരിശുദ്ധാത്മാവാർക്ക് പ്രേരിപ്പിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഈ സമയത്ത് ദൈവാത്മാവ് പറയുന്നത് പോലെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ
പ്രാർത്ഥിക്കാനാണ് പറയണമെങ്കിൽ അങ്ങനെ ദൈവാത്മാവ് നയിക്കുന്നത് പോലെ നിങ്ങളുടെ വായിൽ എന്തെങ്കിലും വചനം തന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് വിളിച്ചു പറഞ്ഞ് ഓ ഹല്ലേലൂയ 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 വി ആർ മിനിസ്റ്ററിങ് ടുഗദർ. നമ്മൾ ഒരുമിച്ചാണ് ശുശ്രൂഷിക്കുന്നത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകത, പരിശുദ്ധാത്മാവ് വന്നപ്പോൾ 120 പേരോട് ചേർന്ന് പത്രോസ് എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ. അങ്ങനെയാണ് അവിടെ വായിക്കുന്നത്. അവിടെ വ്യത്യാസമില്ലായിരുന്നു. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. വൈൽഡ് എന്ന് പറയുന്ന അതിനെ നിങ്ങളൊന്ന് കണ്ടേ. ആമേൻ ഹല്ലേലൂയ. വൈൽഡ് നേച്ചറിനെ ഒന്ന് കണ്ടേ. ആമേൻ ഹല്ലേലൂയ. അതിനകത്തേക്ക് കയറി ആമേൻ നമുക്ക് അവിടെ കാണാൻ പറ്റും ക്രൂരമായ മൃഗം, പ്രൈഡ് ആയിട്ടുള്ള ലയൺ, പ്രൈഡ് നേച്ചർ. അതൊരു വശത്ത് ഭയം. ആമേൻ. ഭയം. ഹല്ലേലൂയ. ഫിയർ. ഹല്ലേലൂയ. ആമേൻ. ഓട്ടം, പേടി, ഓടി ഒളിക്കുക. ഹല്ലേലൂയ. നേച്ചർ. ഒരുക്കപ്പെട്ട പന്തലിച്ചു നിൽക്കുന്ന ഒതുക്കപ്പെടാതെ കാടുപോ മനസ്സിലേക്ക് ഭയമുണ്ട്. അവിടുന്ന് ഒതുക്കപ്പെട്ട ഒരു സ്ഥലത്ത്, ഗ്രൗണ്ടില് നല്ല ഒലിവോട് കൂടെ ചേർത്ത് ആമേൻ ഹല്ലേലൂയ നിങ്ങളെ ചേർത്ത് വെച്ചു. ഹല്ലേലൂയ. നമ്മുടെ ആ ഒരു വൈൽഡ് നേച്ചർ അത് വന്ന് ആമേൻ ക്രിസ്തുവിന്റെ നേച്ചറോട് കൂടെ ചേർത്ത് വെച്ചു. ആമേൻ ഹല്ലേലൂയ. ആമേൻ. പിശാചിനെ ആമേൻ ഹല്ലേലൂയ യേശു കർത്താവ് തകർത്ത് ആമേൻ തൻ്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി. ആമേൻ ഹല്ലേലൂയ. പിശാചിനെ ജയിച്ച് ജയോത്സവം കൊണ്ടാടി ആമേൻ ഹല്ലേലൂയ നമ്മളെ ക്രിസ്തുവിൻ്റെ അകത്ത് ഇരുത്തി. ക്രിസ്തു ചെന്ന് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു. ആമേൻ ഹല്ലേലൂയ. ഫിനിഷ്ഡ് വർക്കിലേക്ക് ഇരുന്നു. ഇപ്പം നമ്മൾ അവിടെ ഇരിക്കുക. വൈൽഡായ നമ്മൾ ആമേൻ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന നമ്മൾ ആമേൻ ഹല്ലേലൂയ ക്രിസ്തുവോട് ചേർന്ന് നമ്മളെ നീതീകരിച്ച് ഹല്ലേലൂയ ക്രിസ്തുവിൽ നമ്മളെ പിതാവിന്റെ വലത്തു ഭാഗത്ത് ഇരുത്തിയേക്കുക. ആമേൻ ഹല്ലേലൂയ. അപ്പൊ പലപ്പോഴും ആമേൻ ഈ വൈൽഡ് നേച്ചേഴ്സ് നമ്മുടെ ലൈഫിലേക്ക് വരും. ആമേൻ. അത് പിശാച് കൊണ്ട് കാണിക്കും. അപ്പൊ അതിനെ ഉടനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതനുസരിച്ച് റിയാക്ട് ചെയ്യല്ല. ആമേൻ. ക്രിസ്തുവിന്റെ കാൽ കീഴിലാണ് പിശാച് ഇപ്പോ. ആമേൻ. തകർത്തു. അപ്പം ക്രിസ്തുവിന്റെ ഉള്ളിലിരിക്കുന്ന അല്ലെങ്കിൽ യേശുവിന്റെ ശരീരമായ നമ്മുടെയും കാൽ കീഴിലാണ് പിശാച്. ആമേൻ. പ്രൈഡ് വരുമ്പോ അല്ലെങ്കിൽ ഫിയർ വരുമ്പോ, നാളത്തെ കുറിച്ചുള്ള ചിന്ത വരുമ്പോ ആമേൻ കടിച്ചു കീറിയ ഹേർട്ട്, ആമേൻ ചെറിയ അനിമൽസിനെ വലിയ അനിമൽസ് വന്ന് കടിച്ചു കീറും. അങ്ങനെ മുറിവൊക്കെ ഉണ്ടായിട്ടൊക്കെ ചില അനിമൽസ് അവിടെ ഉണ്ടാവും. അതുപോലെ ഹേർട്ട് നമുക്ക് വരുമ്പോ ആമേൻ ഓർക്കുക. ആമേൻ നമ്മൾ ക്രിസ്തുവിന്റെ ശരീരമാണ്. നമ്മൾ ക്രിസ്തുവിന്റെ ഉള്ളിലായിരിക്കുന്ന ഈ എല്ലാ നാമത്തിനും മേലായ നാമം ക്രിസ്തുവിന്റെ, അതായത് നമ്മുടെ തലയുടെ നാമം സകല നാമത്തിന്റെ മേലായ നാമമാ. അപ്പൊ നിന്റെ നേരെ പേടി വരുമ്പോ, പ്രൈഡ് വരുമ്പോ, ഇതുപോലത്തെ വൈൽഡ് നേച്ചേഴ്സ് കടന്നു വരുമ്പോ പറയണം ആമേൻ ഞാൻ ക്രിസ്തുവിന്റെ ശരീരമാ. ആമേൻ ഇതിനെയൊക്കെ ക്രിസ്തു ജയിച്ചതാ. ആമേൻ ഹല്ലേലൂയ. ഞാനിപ്പോ ക്രിസ്തുവിന്റെ ഉള്ളിലാ. പിതാവിന്റെ വലതു ഭാഗത്ത് റെസ്റ്റിംഗ് സ്റ്റേജിലാണ്. ആമേൻ. പിശാചേ നീ എന്റെ കാൽ കീഴിലാണ്. ആമേൻ. ഇതിനെ കണ്ട് ഭയന്ന് നിൽക്കുകയല്ല, അതിനെ ചവിട്ടാനുള്ള അധികാരം ആമേൻ യേശു ക്രിസ്തു ക്രൂശിൽ നിനക്ക് മേടിച്ചു തന്നു. അതാ വൈൽഡ് ഒലിവ്
ഒലിവായിരുന്ന നീ ആമേൻ ഇപ്പോൾ നാട്ടൊലിവായ ആമേൻ ആ നല്ല ഒലിവിനോട് ചേർന്ന് ബന്ധിച്ചു വെക്കുമ്പോൾ ആ ഒലിവിന്റെ നേച്ചർ നീ കാണിക്കണം. ആമേൻ. ക്രിസ്തു എന്ത് നേച്ചറാ കാണിക്കുക, അതാ നീ കാണിക്കേണ്ടേ. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ, ഈ നല്ല വചനം ആമേൻ ഇന്ന് വെളിപ്പെടുത്തിയതിനായി നന്ദി. ഹല്ലേലൂയ. കാട്ടൊലിവായിരുന്ന ഞങ്ങളെ ആമേൻ, കാട്ടൊലിവായിരുന്ന കാടിന്റെ നേച്ചറും വഹിച്ചു നടന്ന ഞങ്ങളെ ആമേൻ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ നേച്ചറോട് കൂടെ ക്രിസ്തുവിന്റെ ക്യാരക്ടറോട് കൂടെ ആമേൻ ഞങ്ങളെ ചേർത്ത് കർത്താവ് ഹല്ലേലൂയ ഒട്ടിച്ചു. ആമേൻ. ക്രിസ്തുവിലാക്കി ആമേൻ ഞങ്ങളെ പിതാവിന്റെ വലത്തു ഭാഗത്ത് ഇരുത്തിയേക്കുക. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ അതെല്ലാം ആമേൻ ഞങ്ങളുടെ ആമേൻ അവകാശങ്ങളാ, ഞങ്ങളുടെ അധികാരങ്ങളാ. ആമേൻ. ആ ഒരു സ്വീകാര്യം ആമേൻ, ആ ഒരു കൺഫെഷൻ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹീബ്രൂസിൽ പറയുന്നത് പോലെ തന്നെ ആമേൻ ആ ഒരു കൺഫെഷൻ ആമേൻ അതിനെ മുറുകെ പിടിപ്പാൻ. പ്രതിസന്ധി വരുമ്പോൾ പതറിപ്പോയി ആ കൺഫെഷൻ വിട്ട് മാറി രാവിലെ തിരുവചനം എടുത്ത് വായിക്കുമ്പം യെസ് ആമേൻ ഞാൻ ഇതുപോലെയാണെന്ന് പറയുകയും ഒരു പ്രോബ്ലം വരുമ്പോൾ മാറ്റി പറയുകയും ചെയ്യാതെ ആമേൻ ഹല്ലേലൂയ ആ കൺഫെഷനെ മുറുകെ പിടിച്ച് നിങ്ങളുടെ ബ്രെയിനിനകത്ത് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ആമേൻ 10 പ്രാവശ്യം 20 പ്രാവശ്യം അത് കൺഫെഷൻ പറ. ഹല്ലേലൂയ. അപ്പൊ ന്യൂറൽ പാത്വേസ് ഉണ്ടാകും. ആമേൻ. അത് നിങ്ങളുടെ ഹാബിറ്റ് ആയിട്ട് മാറും. പിന്നെ രോഗം കാണുമ്പോൾ ആമേൻ പേടിക്കത്തില്ല. ഹല്ലേലൂയ ആമേൻ. രോഗം എന്ന ആ പേരിനെ നോക്കി ആ നാമത്തെ നോക്കി പറയും സകല നാമത്തിനും നീ എന്ന രോഗം എന്ന നീ ക്യാൻസർ എന്ന അല്ലെങ്കിൽ പനി എന്ന ഈ നാമത്തിനേക്കാൾ എന്റെ യേശുവിന്റെ നാമം വലുതായെന്ന് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് വെച്ച് നീ പറയും. ഈ ഫൈറ്റ് ആൻഡ് ഫ്ലൈറ്റ് മോഡ് കംപ്ലീറ്റ്ലി ആമേൻ ഈ വൈൽഡ് നേച്ചർ കംപ്ലീറ്റ്ലി താഴ്ന്നിട്ട് ആമേൻ ആ റെസ്റ്റിംഗ് സ്റ്റേജ് യേശു നമുക്ക് നേടിത്തന്നതിലേക്ക് ആമേൻ റെസ്റ്റ് ചെയ്തിരുന്ന് ആമേൻ ക്രിസ്തുവിന്റെ നേച്ചർ ഹല്ലേലൂയ പുറത്തേക്ക് കൊണ്ടുവന്ന് ഹല്ലേലൂയ ആമേൻ ഞങ്ങൾ ജീവിക്കുവാൻ ആമേൻ ഞങ്ങളെ ആക്കി വച്ചിരിക്കുന്ന ആമേൻ ഈ സമയത്ത് ഹല്ലേലൂയ ആമേൻ യേശുവിന്റെ നേച്ചർ വെളിപ്പെടുത്തി ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ജാതികൾ ആമേൻ ദൈവത്തെ അറിയാത്ത ജനങ്ങളെ ക്രിസ്തുവിലേക്ക് അട്രാക്ട് ചെയ്യുവാൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പിതാവിന്റെ വലത്തു ഭാഗത്തേക്ക് അവരെ ചേർക്കുവാൻ ഹല്ലേലൂയ ആമേൻ. കർത്താവ് ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ അപ്പ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സഭ ആമേൻ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഓരോ അംഗങ്ങളാ. ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഊനമുള്ളത് ഒന്നുമില്ല. ആമേൻ. ക്രിസ്തുവിന്റെ ശരീരത്തിൽ ഊനമുള്ളത് ഒന്നുമില്ല. ആമേൻ. എല്ലാ വ്യക്തികളും ആമേൻ ഹല്ലേലൂയ ഡിഫറെന്റ് ഹല്ലേലൂയ ആക്ടിവിറ്റീസ് ദൈവം തമ്പുരാൻ തന്നിട്ടുണ്ട്. അത് ഈ എല്ലാവരുടെ മേലും ആമേൻ അത് ആക്റ്റീവ് ആവട്ടെ. ഓരോരുത്തർക്കും സഭയ്ക്കകത്ത് ചെയ്യേണ്ടുന്ന ആമേൻ ദൈവരാജ്യത്തിനകത്ത് ചെയ്യേണ്ടുന്ന ആമേൻ പ്രവർത്തികൾ ചെയ്യുവാൻ ആമേൻ ഉറങ്ങിയിരിക്കുന്നവരെല്ലാം എഴുന്നേറ്റ് ആമേൻ ഊനമില്ലാത്ത ആമേൻ ഹല്ലേലൂയ ആക്റ്റീവായ ആമേൻ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ ശരീരം ആമേൻ എഴുന്നേറ്റ് ഹല്ലേലൂയ പ്രവർത്തിക്കുവാൻ കർത്താവ് ഞങ്ങളെ എല്ലാവരും സഹായിക്കുമാറാകണം. യെസ് ഹല്ലേലൂയ പാസ്റ്റർ ആഗ്രഹിക്കുന്നത് പോലെ ആമേൻ പ്രാർത്ഥിക്കുന്നത് പോലെ സഭയ്ക്കകത്ത് ഒഴിഞ്ഞ കസേരകളെല്ലാം നിറയട്ടെ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ താഴ്ത്തുന്നു സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. വചനത്തിനായി ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണം. ഓൺലൈനിൽ ജോയിൻ ചെയ്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം. ഇതിന് ശേഷം കാണുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. നമുക്ക് ഈ ഒരു ദൂതനോട് ചേർന്ന് ഇന്ന് കേട്ട നമ്മൾ അനുഭവിച്ച ദൈവ സാന്നിധ്യത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായവും നമുക്കൊന്ന് എടുക്കണം. സ്തോത്രം. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. ദൈവത്തിന് നമ്മളോട് ഇടപെടാനുണ്ട്. വളരെ സുപരിചിതമായ വാക്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. അതിങ്ങനെയാണ് വായിക്കുന്നത്: സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എല്ലാവരും ചേർന്ന് കുഞ്ഞുങ്ങളൊക്കെ ഇംഗ്ലീഷിൽ ഉള്ളവർ ഇംഗ്ലീഷിൽ വായിച്ചാട്ട്, മലയാളത്തിലുള്ളവർ മലയാളത്തിൽ ഒന്നിച്ച് ചേർന്ന് ജോൺ ചാപ്റ്റർ 16 വേഴ്സസ് 30 നമുക്കൊന്നിച്ചൊന്ന് വായിക്കാം. സത്യത്തിൻ്റെ ആത്മാവ്
വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിക്കുകയും ചെയ്യും. സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ മനുഷ്യരിലേക്ക് ദൈവത്തിൻ്റെ പുത്രൻ, ദൈവം ഇറങ്ങിച്ചെല്ലുന്നതാണ് കാണിക്കുന്നത്. എന്നാൽ 13 ശേഷം അങ്ങോട്ട് വായിക്കുമ്പോൾ, സ്തോത്രം, 14 മുതൽ നമ്മൾ അധ്യായങ്ങൾ വായിക്കുമ്പോൾ മനുഷ്യരെ ദൈവത്തിലോട്ട് കൊണ്ടുപോകുന്ന ദൈവ പദ്ധതികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്തോത്രം. 13 അധ്യായങ്ങളിലും കാനായിലെ കല്യാണത്തിന് ഇറങ്ങി വരുന്നു, മരിച്ച ലാസറുടെ വീട്ടിൽ ഇറങ്ങി വരുന്നു, പ്രശ്നത്തിലുള്ളവരെ തൊടുന്നു, കുരുടരെ സൗഖ്യമാക്കുന്നു, കൊളക്കരയിൽ കിടക്കുന്നവനെ തേടിച്ചെന്ന് പിടിച്ചുകൊണ്ട് വരുന്നു, അവനെ സൗഖ്യമാക്കുന്നു. എന്നാൽ 14 വന്നപ്പം ആ ദൈവം മനുഷ്യനെ, അവനെ ദൈവത്തിലോട്ട് അടുപ്പിക്കുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. സ്തോത്രം. 14:1 പറയുന്നു, നിങ്ങളുടെ ഹൃദയം ഇനി കലങ്ങണ്ട, എന്നിൽ വിശ്വസിപ്പീൻ, ദൈവത്തിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ അടുത്ത് അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. സ്തോത്രം. ഞാൻ ഇപ്പോൾ പോകുന്ന ക്രൂശിലോട്ടുള്ള എൻ്റെ യാത്ര ആ വാസസ്ഥലങ്ങളെ ഉണ്ടാക്കാനാണ്, ആ വാസസ്ഥലങ്ങളെ പ്രിപ്പയർ ചെയ്യാനാണ്. എന്താണ് പ്രിപ്പറേഷൻ? അതാണ് ക്രൂശിൽ യേശു ചെയ്തത്. എന്നിട്ട് കർത്താവ് തിരിച്ചിറങ്ങി 3 ദിവസം കഴിഞ്ഞിട്ട് വന്ന് ശിഷ്യന്മാരെല്ലാം ചേർത്ത് 50 പരം ദിവസങ്ങളിൽ അവരോട് 40 പരം ദിവസങ്ങളിൽ അവരോട് സംസാരിച്ച് അവരോട് പ്രത്യക്ഷമായി. വീണ്ടും ദൈവം അവരോട് സംസാരിക്കുന്ന ഒറ്റ കാര്യമുണ്ട്, ഒരു വാഗ്ദത്തമാണ്. അത് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്നു എന്നുള്ളതാണ്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. ഞാൻ പോയാൽ മറ്റൊരാൾ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരും. ആ ആത്മാവ്, ആ ദൈവം നിങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ, സ്തോത്രം, നിങ്ങൾക്ക് എന്താ നമ്മെ സംഭവിക്കുന്ന? ഒത്തിരി കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്തൊരു കാര്യം പറയുകയാണ്, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പരിശുദ്ധാത്മാവാകുന്ന വ്യക്തി, പരിശുദ്ധാത്മാവാകുന്ന ദൈവം ഇറങ്ങി വരുമ്പോൾ സത്യം നീ അറിയാൻ തുടങ്ങും, സത്യത്തിൽ നീ നടക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ സത്യം, ട്രൂത്ത് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രഹസ്യങ്ങളാണ്. സീക്രട്സ് ഓഫ് ഗോഡാണ്, ദൈവത്തിൻ്റെ രഹസ്യങ്ങളാണ്, ദൈവത്തിൻ്റെ നിക്ഷേപങ്ങളാണ്, ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വിലപ്പെട്ടതാണ് ഈ സത്യങ്ങൾ. ഹല്ലേലൂയ. ഇതുവരെയും മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളാണ് ഇത് സത്യം. ഇത് ഒരു മനുഷ്യൻ്റെ കണ്ണ് കണ്ടിട്ടില്ലാത്തതാണ്, ഇതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതാണ്, ഇതൊരുവൻ്റെ ചെവിയിൽ കേട്ടിട്ടില്ലാത്തതാണ്. ഈ സത്യം നിറഞ്ഞവനായിട്ടാണ് യേശു ഭൂമിയിലോട്ട് ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. എന്നിട്ട് ആ കർത്താവ് പറയുകയാണ്, പരിശുദ്ധാത്മാവ് വരുമ്പം നിങ്ങൾ സത്യം അറിയാൻ തുടങ്ങും. ഹല്ലേലൂയ. സത്യം എന്ന് പറയുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ളതാണ്. ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ ആ ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മളിലേക്ക് വരുമ്പോഴാണ്, ആ ആത്മാവ് നമ്മളിലേക്ക് വരുമ്പോൾ ആ ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ള സത്യത്തെ നമ്മൾ അറിയാൻ തുടങ്ങും. അത് ഇറ്റേണലാണ്, അതൊരിക്കലും മാറ്റാൻ പറ്റാത്തതാണ്, അത് ഒരുവൻ അറിയുന്നതാണ്. ആമേൻ. സ്തോത്രം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഹല്ലേലൂയ. എത്ര പേർ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നുണ്ട്? അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സത്യം എന്ന് പറഞ്ഞത് ഇങ്ങനാണെന്ന് പറയുകയല്ല, ആ സത്യത്തിനകത്ത് നമ്മൾ നടക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? ആ റിയാലിറ്റിക്കകത്തോട്ട് നിങ്ങൾ കയറും. ഇപ്പം ഞാനിവിടെ നിന്ന് പറയുമ്പം എല്ലാം നിങ്ങൾ കേട്ടോണ്ടിരിക്കുക, എൻ്റെ ടീച്ചിങ്സ് മൊത്തം, ഞാൻ നിങ്ങളോട് പറയുന്ന രാജ്യത്തെക്കുറിച്ചൊക്കെ ഉള്ളതും എല്ലാം നിങ്ങൾ കേട്ടോണ്ടിരിക്കുക. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ഇനി കേൾക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങളത് അനുഭവമാകും, അത് റിയാലിറ്റി ആവും. സ്തോത്രം. ഇന്ന് രാവിലെ നമ്മൾ ഇവിടെ വന്നിറങ്ങി ഈ ഹോളിലോട്ട് വന്ന് കയറി ഇവിടെ വന്നിരിക്കുമ്പോൾ ആരാധനയെ നമ്മൾ ഒരുമിച്ച് കാണുന്ന റിയാലിറ്റിയിലേക്ക് നമ്മൾ വന്നു. സ്തോത്രം. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അതിനെ അനുഭവിക്കുന്ന, അതാണ് പറയുന്നത്, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും എന്ന് പറയുമ്പം ലോകത്തിലെ മോറലായിട്ടുള്ള കുറേ ശരികൾക്കകത്ത് നടത്തുമെന്നല്ല, ലോകസ്ഥാപനത്തിനു മുമ്പേയുള്ള ദൈവത്തിൻ്റെ സത്യത്തിനകത്ത് നിങ്ങളെ നടത്തും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ
വളരെ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം. അതാണ് ആമേൻ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലേക്ക് വരുമ്പം നമ്മൾ സമയം ലാഭിക്കാൻ ആ വാക്യം വായിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. പെന്തക്കോസ്ത് നാളിൽ വന്നപ്പോൾ അവരൊരുമിച്ച് ഒരു സ്ഥലത്ത് കൂടി വന്നു. 10 ദിവസം അവർ മാളികമുറിയിൽ ഇരുന്നു. ആമേൻ ആമേൻ 2-ാം അധ്യായം തുടങ്ങുമ്പം ആ മാളികമുറി ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു. നമ്മൾ കേട്ടു. 1-ാം അധ്യായം ഈസ് ഓൾ അബൌട്ട് പ്രിപ്പറേഷൻ. പല കാര്യങ്ങൾ അവർ ഒരുക്കുക, പല കാര്യങ്ങൾ ചെയ്യുക, പല കാര്യങ്ങൾ അവർ കേൾക്കുക. എന്നാൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ അവർ എല്ലാവരും ഹല്ലേലൂയ കൂടി വന്ന് ആ ആലയത്തിൻ്റെ ടെമ്പിളിനകത്തേക്ക് അവർ നിൽക്കുമ്പോൾ അവിടെ ആമേൻ സ്തോത്രം ആമേൻ എല്ലാവർക്കും അനുഭവിക്കത്തക്ക രീതിയിൽ, എല്ലാവർക്കും കേൾക്കത്തക്ക രീതിയിൽ, എല്ലാവർക്കും കാണത്തക്ക രീതിയിൽ പരിശുദ്ധാത്മാവ് 120 പേരുടെ മേൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. അപ്പോൾ മാനുഷികമായിട്ട് പലരും പലതും പറഞ്ഞപ്പോൾ പത്രോസ് എഴുന്നേറ്റ് 120 പേരോട് കൂടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഒരു കാര്യമല്ല, ഇത് യോവേൽ പ്രവചിച്ച പ്രവചനമാണ്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേളിലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ ദർശനങ്ങളെ കാണും എന്നുള്ളൊരു പ്രവചനമുണ്ട്. അതാണ് സത്യം. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. സ്തോത്രം. ആ ട്രൂത്ത് പ്രവാചകൻ പ്രവചിച്ചു. അത് മനസ്സിലാക്കിയ ആൾക്കാരൊക്കെ ഭൗതികമായിട്ട് മനസ്സിലാക്കി. അതങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാവുന്നവരുണ്ട്. പക്ഷേ ഇത് വെളിപ്പെട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ആ സത്യത്തിനകത്തവർ നടക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് വരുമ്പം യോവേലിനകത്ത് എഴുതി വെച്ചത് അവരിൽ സംഭവിച്ചു. ഇതാണ് അപ്പോസ്തല പ്രവൃത്തി മുഴുവനും. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് പല സബ്ജക്റ്റുകളുണ്ട്, പല ടോപ്പിക്കുകളുണ്ട്. അതിലൊരു ടോപ്പിക്കാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ യഥാർത്ഥത്തിലുള്ള സത്യത്തിൽ നമ്മൾ നടക്കാൻ തുടങ്ങും. ആമേൻ. മുമ്പേ ലീന പറഞ്ഞതുപോലെ പത്രോസിൻ്റെ സ്വരൂപം നേരത്തെ നമ്മൾ കണ്ടതല്ല. 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും കാണുന്നത് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സത്യത്തിലുള്ള പത്രോസ് വെളിപ്പെട്ടു വന്നു, യഥാർത്ഥത്തിലുള്ള ആൾ വെളിപ്പെട്ടു വന്നു. സ്തോത്രം. മുമ്പ് നമ്മൾ കണ്ട പത്രോസ് അല്ല, യഥാർത്ഥത്തിലുള്ള ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ഇരിക്കുന്ന ആളെങ്ങനെയാണോ അതുപോലെ വെളിപ്പെട്ട് വരാൻ തുടങ്ങി. എത്ര പേര് ഇന്ന് രാവിലെ അത് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. എന്ന് പറഞ്ഞേ, സത്യത്തിൽ ഞങ്ങളിനി നടക്കാൻ പോവാം. ഈ സത്യമെന്ന് പറയുന്നത് വിലപ്പെട്ടതാണ്, വിലയുള്ളതാണ്. സ്തോത്രം. നമ്മൾ ഒരു കാര്യമുണ്ട്, നമ്മൾ എത്ര സ്നേഹമുള്ളവരൊക്കെ ആണെങ്കിലും ഏറ്റവും വിലപിടിപ്പുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കൈ വിലപിടിപ്പുള്ള കാര്യം നമ്മൾ ആരോടെങ്കിലും പറയുമോ? ഇപ്പം അനീഷ് ബ്രദർ അവിടെ ഇരിക്കുന്നുണ്ട്. അനീഷ് ബ്രദർ എൻ്റെ ജ്യേഷ്ഠനും കുടുംബം ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് അനീഷ് ബ്രദറിൻ്റെ ജ്യേഷ്ഠനും കുടുംബവും ഗീതുവിനും അവർ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ വിശ്വാസം ഏറ്റവും കൂടുതൽ സ്നേഹം എന്നോടാവാം. നമുക്കവിടെ ഹവലി മീറ്റിങ്ങുകളുണ്ട്, മിക്കവാറും ആഴ്ചകൾ അവിടെ ചെല്ലാറുണ്ട്. ഈ അനീഷ് ബ്രദറിൻ്റെ കയ്യിൽ നല്ല പിന്നെ കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ ഉള്ളവരാണ്, സ്വർണ്ണമൊക്കെ കയ്യിലുണ്ട്, അതെനിക്കറിയാം. പക്ഷേ ഇന്ന് വരെ എത്ര പ്രാവശ്യം ഞാൻ അവിടെ പോയിട്ടുണ്ടെന്നറിയോ? പക്ഷെ ഇന്ന് വരെ എനിക്കറിയത്തില്ല അത് എവിടെ ഇരിക്കുന്നതെന്ന്. അതാ അലമാരിക്കകത്ത് എവിടോ പാത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് വരെ എന്നോട് പറഞ്ഞിട്ടില്ല എൻ്റെ കയ്യിൽ ഇത്ര ഭവനുണ്ട്, ലിജ സിസ്റ്ററൊക്കെ ചിരിക്കുന്നു, ഇതെല്ലാം എവിടെ വെച്ചേക്കുന്നതെന്ന്. ഇത്രയും സ്നേഹമുള്ളത് നിങ്ങളോടൊക്കെ പറയാതിരിക്കുന്ന പോട്ടെ, എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഇതെവിടെ ഇരിക്കുന്നതെന്ന്. കാര്യം എന്നറിയാമോ? അതിങ്ങനെ സൂക്ഷിച്ച് വിലയുള്ളതായതുകൊണ്ട് അതവിടെ വെച്ചേക്കുക. ഇനി ഈ വിലവെടുപ്പുള്ള സാധനം നമ്മളെല്ലാവരെയും കാണിക്കാൻ വേണ്ടി നമ്മൾ തിണ്ണലോട്ട് കയറി ചെല്ലുമ്പം ഈ മാലയും ഈ വിലവെടുപ്പുള്ള എല്ലാം കൂടെ അവിടെ തൂക്കിയിട്ടേക്കുവാണോ? ഇല്ല. നമ്മളെല്ലാം നമ്മുടെ എത്ര അടുത്താലും നമ്മുടെ അക്കൗണ്ടിൽ എത്ര പൈസ ഉണ്ടെന്ന് നമ്മൾ പറയത്തില്ല. നമുക്ക് എവിടെയൊക്കെ ഡിപ്പോസിറ്റ്, അതൊക്കെ നല്ല കാര്യമാണ്, അതൊന്നും പറയേണ്ട ആവശ്യമൊന്നും ഇല്ലാത്ത കാര്യം. കാര്യം എന്താണെന്നറിയാമോ? നമുക്ക് വിലപിടിപ്പുള്ള കാര്യം നമ്മൾ എപ്പോഴും എന്തു ചെയ്യും? പറ. യൂഷ്വലി എന്താ ചെയ്യുന്നത്? നമ്മളെന്തോ ചെയ്യുന്നേ? ഏറ്റവും വിലപിടിപ്പുള്ള കാര്യം എന്തോ ചെയ്യും ഗീത സിസ്റ്ററെ? രഹസ്യമായിട്ട് വെക്കും. സ്തോത്രം. ആമേ. നമ്മളും ദൈവത്തിൻ്റെ സ്വഭാവം അല്പമൊക്കെ കാണിക്കും ആ കാര്യത്തിനകത്തൊക്കെ. ബാക്കി കാര്യത്തിനകത്തൊക്കെ ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ വൈൽഡ് സ്വഭാവമൊക്കെ കാണിച്ചാലും ചില സമയത്ത് നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവം കാണിക്കും. ഈ ദൈവത്തിനൊരു സ്വഭാവമുണ്ട്, അത് ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ദൈവത്തിനും വിലപിടിപ്പുള്ള നിക്ഷേപങ്ങളായിട്ടുള്ള ദൈവത്തിൻ്റെ സത്യങ്ങൾ ദൈവം മറച്ചു വച്ചേക്കുക. ആമേൻ. അത് മർമ്മമായിട്ടിരിക്കുകയാണ്.
വചനത്തിൽ പറയുന്നേ. അതൊരു കണ്ണ് കണ്ടിട്ടില്ല, അതൊരു ചെവി കേട്ടിട്ടില്ല, അതൊരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. പക്ഷേ അത്രയ്ക്ക് വിലപിടിപ്പുള്ളതെല്ലാം നമ്മൾ പ്രദർശിപ്പിക്കാൻ വെക്കത്തില്ല, ഷൂറാക്കിലൊന്നും കൊണ്ട് വെക്കത്തില്ല. നമ്മളത് സൂക്ഷിച്ചാണ് വെക്കുന്നേ. എന്നിട്ട് ഒരു രാവിലെ വണ്ടിയെ വന്ന് കയറിയിട്ട് പിന്നെ നമ്മൾ പോയി നോക്കും അതുകൊണ്ട് അത് പൂട്ടിയോ എന്ന്. എന്താ പറയുക, അത് പോകല്ലേ, നിക്ഷേപമാണ്, അല്ലേ, വിലപിടിപ്പുള്ളതാണ്. സ്തോത്രം, ഹല്ലേലൂയ, ശരിയല്ലേ? അപ്പം ഇതുപോലെ കർത്താവ് പറയുകയാണ്, ചിലരൊക്കെ ആണെങ്കിൽ ഈ അവസാന ശ്വാസം എടുക്കുന്നതിന് തൊട്ട് മുമ്പേ പറയും, ആധാരം ഇങ്ങ് എടുത്തുകൊണ്ട് പോവാ, അതവിടെ ഇരിപ്പുണ്ട്, പിന്നെ മറ്റിടത്ത് ഞാൻ ഇന്നത് എഴുതി വെച്ചിട്ടുണ്ട്, അതിനകത്ത് നോമിനി ഇല്ല, നീ ഇങ്ങ് എടുത്തുകൊണ്ട് പോവാ, നിന്നെ അങ്ങ് ആക്കിയേക്കാം, ഈ ഏകദേശം തീരാൻ പോവാ. അപ്പോൾ എന്തോ ചെയ്യുക, പറഞ്ഞു കൊടുക്കും, അല്ലേ, എവിടെ ഇരിക്കുന്നതെന്നൊക്കെ പറയും. എന്ന് പറഞ്ഞതുപോലെ അന്ത്യകാലത്തിലേക്ക് വരുമ്പം ദൈവം പറയുകയാണ്, ഞാനൊരു സഭയെ എഴുന്നേൽപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥം വരുമ്പം നിങ്ങളൊരു കാര്യം അറിയാൻ തുടങ്ങും, ഞാൻ മറച്ചു വെച്ച എൻ്റെ വിലപിടിപ്പുള്ള സത്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരും. വസ്തുക്കളാണ് നമുക്ക് വിലപിടിപ്പുള്ളത്, പക്ഷെ ദൈവരാജ്യത്തിൽ വിലയുള്ളത് വസ്തുക്കളല്ല, ദൈവരാജ്യത്തിൽ വിലയുള്ളത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ലോകസ്ഥാപനത്തിന് മുമ്പേ മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികളാ സിന്ധു ദൈവത്തിൻ്റെ മുമ്പിൽ വിലപിടിപ്പുള്ളത്. പത്രോസേ, നീ ശീമോനായിട്ടാ പോകുന്നത്, നീ പത്രോസ് ആകുന്നെന്ന് അവൻ അറിയുന്നതാണ് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വില. അവൻ ശീമോനായിട്ട് ജീവിച്ചെങ്കിൽ ഇന്ന് നമ്മളാരും അവനെ അറിയത്തില്ല, പക്ഷെ അവൻ പത്രോസ് ആയതുകൊണ്ടാ ഇന്ന് നമ്മൾ പത്രോസിനെ പറയുന്നേ. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇത്? ദൈവത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന വലിയൊരു സത്യമുണ്ട്. ഇവൻ മീനെ പിടിച്ചിങ്ങനെ നടക്കേണ്ടവനല്ല, ഇവൻ ശീമോനല്ല, ഇവൻ പത്രോസാണ്. അത് അവനെ ദൈവം അറിയിച്ചു കൊടുത്തു. എപ്പോഴാ? ദൈവത്തെ അവൻ അറിഞ്ഞപ്പം ദൈവം അവനോട് തിരിച്ചു പറയുകയാണ്, നീ പത്രോസാവുന്നു. ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പം നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞില്ലേ? അത് മനുഷ്യൻ്റെ ജ്ഞാനം കൊണ്ടല്ല പറഞ്ഞേ. എന്നാൽ മനുഷ്യനറിയാത്തൊരു കാര്യം ഞാൻ നിന്നോട് പറയാം, നീയും ആരാന്നറിയാമോ? നീ പത്രോസാകുന്നു. സ്തോത്രം, സ്തോത്രം. അതെങ്ങനെയാ പറയുന്നേ? മനുഷ്യനോ ജഡരക്തങ്ങളോ അല്ല, പിന്നെ ആരാ? ഈ ജഡരക്തങ്ങൾ എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട് ബൈബിളിൽ പഴയെടുത്ത്. ജഡരക്തങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് മറ്റൊരു പഠനം പറയുന്നത്, ജഡരക്തങ്ങൾ എന്ന് പറയുന്ന ഫ്രേസ് യഹൂദന്മാരെ ഉദ്ദേശിച്ച. അതുകൊണ്ടാണ് പറയുന്നത് ജഡരക്തങ്ങൾക്ക് ദൈവരാജ്യത്തിൽ അവകാശമാക്കാൻ. നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഈ ഫ്ലഷും ബ്ലഡും ഉള്ളപ്പം ദൈവരാജ്യത്തിൽ കയറാൻ പറ്റത്തില്ലെന്നാണ്. അപ്പോൾ ഈ ജഡരക്തങ്ങൾ എന്ന് പറഞ്ഞ ഫേസ് ഉണ്ട് അവിടെ, അവർ ഉപയോഗിക്കുന്നൊരു വാക്ക്. അതാണ് യേശു അവിടെ പറയുന്നത്, ജഡരക്തങ്ങളല്ല നിനക്കത് വെളിപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മോശയോ ഏതെങ്കിലും ശാസ്ത്രിമാരോ ഏതെങ്കിലും പരീശന്മാരോ അല്ല ഇപ്പം നിനക്കിത് പറഞ്ഞു തന്നേക്കുന്നത്. എൻ്റെ ആത്മാവാണ്, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കത് പറഞ്ഞു തന്നേക്കുന്നത്. ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിനെ എൻ്റെ പിതാവാണ് നിനക്കത് വെളിപ്പെടുത്തിയത്. നീ എന്നെ നോക്കി ഞാൻ ആരാണെന്ന് പറഞ്ഞപ്പം എനിക്ക് നിന്നെ നോക്കി ഒരു സത്യം പറയാനുണ്ട്, നീ ശീമോനല്ല. വീണ്ടും അവനെ ഉറപ്പിക്കുകയാണ്, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് നീ പത്രോസാണെന്ന്. ഹല്ലേലൂയ. അത് വീണ്ടും അവനെ ഓർമ്മപ്പെടുത്തിയിട്ട് നീ പത്രോസാകുന്നെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, അതാണ് സത്യം. അതങ്ങോട്ട് റിവീലാകുമ്പം പരിശുദ്ധാത്മാവ് വരുമ്പം പിന്നെ നീ പത്രോസ് ആകുമെന്ന് കേൾക്കുമല്ല, നീ പത്രോസായി മാറുകയാണ്. ഞാൻ പറയുന്നത് പിടികിട്ടിയോ? ഇനി നിങ്ങൾ സത്യത്തെ കൂടുതൽ അറിയുമെന്നല്ല, സത്യത്തിൽ നിങ്ങൾ നടക്കുമെന്നാ. ഇറ്റ് വിൽ ബി പ്രാക്ടിക്കൽ. നീ ഇനി രോഗികളെ സൗഖ്യമാക്കുമെന്നല്ല, നീ രോഗികളെ സൗഖ്യമാക്കി അങ്ങ് തുടങ്ങുക. ഓ സ്തോത്രം, സ്തോത്രം. സത്യം എന്താവുക? പ്രാക്ടിക്കൽ ആവുക. ഒന്ന് പറഞ്ഞേ, സത്യം അങ്ങ് പ്രാക്ടിക്കൽ ആവുക. സത്യം അങ്ങ് റിയാലിറ്റിയിലോട്ട് വരിക, ആക്ച്വലായി മാറുക. സത്യത്തെ വീണ്ടും തലേ മനസ്സിലാക്കിയല്ല, സത്യത്തിനകത്ത് അങ്ങ് നടക്കുക. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, പെന്തക്കോസ്ത് നാളിൽ വന്നപ്പോൾ പത്രോസ് എഴുന്നേറ്റ് അത് പറയുമ്പോൾ പറയുകയാണ്, ഇത് സത്യമാണ്, ഇത് യോവേലിൻ്റെ പ്രവചനം എന്ന സത്യത്തിനകത്ത് ഇപ്പം ഞങ്ങൾ നടക്കുക.
സ്തോത്രം. മനുഷ്യൻ്റെ ബുദ്ധി തോന്നിയവർക്ക് ഇവരെക്കുറിച്ച് പലതും പറയുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ പറയുകയാണ്, ഇതാണ് സത്യം. ഒന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവ് നമ്മളോട് സത്യം പറയാൻ തുടങ്ങും. ആ സത്യമെന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ലീനയെ ഇടിക്കാതിരിക്കുന്നതും തെറ്റോ ശരിയോ, ഈ തെറ്റും ശരിയും പറയുന്നതല്ല പരിശുദ്ധാത്മാവ്. സത്യം എന്താണെന്ന് പറയുന്നത് ആ പരിശുദ്ധാത്മാവ്. അത് ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ള ദൈവത്തിൻ്റെ പദ്ധതികളാണ്. അത് വിലപ്പെട്ടതായതുകൊണ്ട് നമുക്ക് വിലയുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റവും രഹസ്യമായിട്ട് മറച്ചു വെക്കുന്നത് പോലെ ദൈവത്തിന് വിലയുള്ള കാര്യങ്ങൾ ദൈവം രഹസ്യമാക്കി വെച്ചത് ദൈവം പരസ്യമാക്കാൻ തുടങ്ങി. എങ്ങനെ പരസ്യമാക്കുന്നത്? പരിശുദ്ധാത്മാവിലോട്ട് വരുമ്പോൾ. അതാണ് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, അവൻ്റെ ആത്മാവുള്ളവൻ അവനെ അറിയാൻ തുടങ്ങും. ആമേൻ. കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ചെവി കേട്ടിട്ടില്ലാത്തത്, ആമേൻ, മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത്. ഇതിൻ്റെ ഒരു കവറിങ്ങിലാണ് കിടക്കുന്നത്, ഒരു ഓറഞ്ചിൻ്റെ കവറ്. ആമേൻ. ഒരു തൊലിയുണ്ട്, പഴത്തിനൊരു തൊലിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ ആ തൊലി അങ്ങനെ ഇരിക്കുന്ന ഓറഞ്ച്, ഇങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഓറഞ്ചാണ്. ഈ ഓറഞ്ച് പോലെ തന്നെ ഇങ്ങോട്ട് കിട്ടുന്നത്. സുവിശേഷവും അങ്ങനെ. സുവിശേഷം എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്, പക്ഷേ സുവിശേഷത്തിനകത്ത് തന്നെ ഉണ്ട് സത്യമുണ്ട്. ആമേൻ. ഗലാത്യ ലേഖനം പഠിക്കുമ്പം സുവിശേഷത്തെ കളയുന്നില്ല, സുവിശേഷത്തിൻ്റെ ക്രീം, അതിനകത്തുള്ള സത്യത്തെ എന്ത് ചെയ്യുന്നില്ല, മറിച്ച് കളയുക. അതിനെ അനുസരിക്കാൻ പറ്റുന്നില്ല. അപ്പം സുവിശേഷത്തിനകത്തെ സത്യത്തിനകത്താണ് നമ്മൾ ഡ്രിഫ്റ്റായി പോകുന്നത്. ആമേൻ. ഓറഞ്ച് നമുക്ക് അതുപോലെ കിട്ടുകയാണ്, പക്ഷെ അത് തൊലി പൊളിച്ച് കഴിയുമ്പോഴാണ് അതിനകത്തെ അല്ലികൾ നമുക്ക് കാണാൻ തുടങ്ങുന്നത്. അത് നമ്മൾ കഴിക്കുമ്പോഴാണ് അതിൻ്റെ അനുഭവം നമ്മുടെ നാവിൻ്റെ മേളിൽ വരുന്നത്. ഇതുപോലെ ഈ കവറിങ് ആയിട്ടിരുന്നതിനെ പരിശുദ്ധാത്മാവ് വരുമ്പം ഇത് പൊളിച്ചു തരും. ആമേൻ. എത്ര പേര് വിശ്വസിക്കും? ഇതങ്ങോട്ട് തുറക്കുമ്പോഴാണ് ഇതിനകത്ത് ഇത്രയും അല്ലി ഉണ്ടെന്ന് പിടികിട്ടുന്നത്. ഇതങ്ങോട്ട് കഴിക്കുമ്പോഴാണ് ഇതിനകത്ത് സിട്രസ് ഉണ്ടെന്ന് അറിയുന്നത്. ഇതെൻ്റെ ശരീരത്തിന് നല്ലതാണെന്ന് അറിയുന്നത്. ഇതങ്ങോട്ട് കഴിക്കുമ്പോൾ അതിൻ്റെ പുളിയും അതിൻ്റെ മധുരവും ഒക്കെ നമ്മുടെ നാവിൻ്റെ മേൽ വരാൻ തുടങ്ങും. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇതുപോലെ പരിശുദ്ധാത്മാവാകുന്ന വ്യക്തി വരുമ്പം നമ്മൾ അറിയാൻ തുടങ്ങും സത്യം എന്താണെന്ന്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് പകലൊന്ന് പറഞ്ഞാട്ടെ, കർത്താവേ, ഞാൻ ഈ ശാപവും ഈ രോഗവും ഈ പ്രശ്നവും ഈ ബലഹീനതയും ഈ നിരാശയും ഇതെല്ലാം സഹിച്ച് നിൽക്കുന്നത് സത്യമല്ല. ഞാൻ സത്യമെന്ന് പറയുന്നത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ അകത്തൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ സകലതും എൻ്റെ മേൽ വെളിപ്പെട്ട് വരും. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ രോഗത്തെ ദൈവം സൗഖ്യമാക്കും. എൻ്റെ ഈ പ്രശ്നത്തെ ദൈവം മാറ്റും. ഹല്ലേലൂയ. എൻ്റെ ഈ പ്രതികൂലങ്ങളെ ദൈവം മാറ്റും. എൻ്റെ ഈ സുവിശേഷത്തിൻ്റെ സത്യത്തിനകത്ത് ഒരു കാര്യമുണ്ട്, അവൻ്റെ അടിപ്പിണരുള്ള സൗഖ്യമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെയല്ല, കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ അതല്ല നമ്മൾ കാണേണ്ടത്, നമ്മുടെ സാധ്യതകളെ നമ്മൾ കാണാൻ തുടങ്ങണം. ഈ സാധ്യതകൾ നമ്മളോട് പറയുന്നതാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് ചെയ്യുന്നത്. പത്രോസേ, ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്നതുണ്ടല്ലോ, ഇപ്പം നിങ്ങളുടെ മേൽ ഇറങ്ങിയതുണ്ടല്ലോ, ഇവർ പറയുന്നു ഇത് ഇങ്ങനെയാണ്. അവരും കൺഫ്യൂസ്ഡായി നിൽക്കുമ്പം ദൈവാത്മാവ് പറയാണ്, അല്ല, ഞാൻ എഴുന്നേറ്റ് പറയാൻ പോവാണ്, ഇത് യോവേലിൻ്റെ പ്രവചനമാണ്. ഈ പ്രവചനത്തിനകത്ത് ഞങ്ങൾ നടക്കാൻ പോവാം. Is no more a prophecy, it become reality. 3-ാം അധ്യായത്തിലോട്ട് പോക്കൂ, 4-ാം അധ്യായത്തിലേക്ക് പോക്കൂ, 28 അധ്യായങ്ങളിലേക്ക് പോക്കൂ. പ്രവചനങ്ങളുടെ നിവർത്തീകരണത്തിനകത്ത് അവർ സഞ്ചരിക്കുക. അതാണ് സത്യത്തിനകത്ത് നിങ്ങളെ വഴി നടത്തുമെന്ന്. സത്യം അറിയിക്കുക മാത്രമല്ല, സത്യം നമുക്ക് റിയാലിറ്റി ആയിട്ട് മാറും. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ ചിലതിനകത്ത് നിന്ന് നമ്മളെ ദൈവാത്മാവ് പുറത്തു കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുക. നമ്മളെ നല്ല ഒലിവായിട്ട് ചേർത്തൊട്ടിച്ചേക്കുക. ആമേൻ. ഒരു അപ്പോസ്തല പ്രവൃത്തികൾ നമ്മളിലൂടെ പഠിത്തം മാത്രമല്ല, അത് നമ്മളിലൂടെ റിവീലാകുമെന്ന് പറഞ്ഞത്, അതിനകത്ത് നമ്മൾ സഞ്ചരിക്കുമെന്ന് പറയുന്നത് എത്ര പേർക്ക് ആമേൻ പറയാനായിട്ട് പറ്റും? സ്തോത്രം. ഒന്ന് കരങ്ങളെ അടിച്ച് ഒന്ന് സ്വീകരിച്ചേ. ഹല്ലേലൂയ. അങ്ങനെയുള്ള സഭയെ ദൈവത്തിന് വേണം. അങ്ങനെ വരുമ്പോൾ ജാതികൾ കയറി വരും, ആത്മാക്കൾ കടന്നു വരും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. 3000 പേര് രക്ഷിക്കപ്പെട്ടു. നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന രക്ഷയുടെ വചനം അനേകരെ രൂപാന്തരപ്പെടുത്തും. നമ്മൾ ആള് മാറി ഇവരെ പോലെയായി മാറും. നമുക്ക് ആമേൻ കഴിവില്ലാത്ത നമ്മൾ അത് പറയാൻ തുടങ്ങും. ഹല്ലേലൂയ. നമ്മൾ ആരാണെന്ന് തിരിച്ചറിയാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ധൈര്യം വരാൻ തുടങ്ങും. അപ്പം നമ്മുടെ അകത്തൊരു ഭയങ്കര ബലം വരാൻ തുടങ്ങും. ആമേ. ഞാനൊരു കാര്യം പറയാം, പരിശുദ്ധാത്മാവ് വരുമ്പം ആമേ രഹസ്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരും. നിക്ഷേപങ്ങളെ, വിലപിടിപ്പുള്ളത് ദൈവം നമുക്ക് കാണിച്ചു തരും.
ഇനി ഞാനും അനീഷ് കൂടെ അങ്ങ് ഭയങ്കര സ്നേഹമായി കഴിയുമ്പം അല്ലെ ചിലപ്പോൾ അനീഷ് പറയും എൻ്റെ ഇത്രയുണ്ട് പാസ്റ്റർ എന്ന് പറയും, അല്ലേ? നമ്മളങ്ങോട്ട് റിവീൽ, അല്ലെ? ഭാര്യയും ഭർത്താവും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമായതുകൊണ്ട് അവർ മക്കളോട് സ്നേഹമാകുമ്പോൾ അത് റിവീലാക്കി പറയും എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് വരുമ്പം നമുക്ക് സത്യത്തെ റിവീലാക്കി തരും. എന്നിട്ട് നമ്മളെ അതിനകത്തൂടെ അങ്ങ് നടത്തും. അത് നമ്മുടേതായിട്ട് അങ്ങ് മാറും. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ വിഷയം എൻ്റെ അകത്ത് ഇങ്ങനെ ദൈവാത്മ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ പഴയ നിയമത്തിലെ ഗിദെയോൻ്റെ പിക്ചറിലേക്ക് കൊണ്ടുപോയി. ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു ഗിദെയോനുണ്ട്. നിങ്ങൾ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഭയങ്കര സമ്പന്നമായ സ്ഥലത്തിലേക്ക് ഇസ്രായേൽ ജനം വന്നു. അവർ പാലും തേനും ഒഴുകുന്ന ഫലപുഷ്ടിയുള്ള ദേശത്താണ് അവർ പാർക്കുന്നത്. അവർക്കെല്ലാം ഉണ്ട്. പക്ഷേ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവര് എല്ലാം കൃഷി ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ എന്താ സംഭവിക്കുന്നത്? കിഴക്ക് ദേശക്കാരും മിദ്യാന്യരും വെട്ടിക്കിളിയും എല്ലാം വന്ന് അവരുടെ കൃഷികളെ നശിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു സീസൺ അവർക്കുണ്ടായി. അവർക്ക് എല്ലാം ഉണ്ട്, പക്ഷെ അനുഭവിക്കാൻ പറ്റുന്നില്ല. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ ഈ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പം ഞാൻ പലപ്പോഴും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. ദൈവം വന്ന് ഗിദെയോനോട് പറയുന്ന, ദൂതൻ വന്ന് പറയുന്നൊരു പദമുണ്ട്. കരിവേലകത്തിൻ്റെ കീഴിൽ മെതിച്ചുകൊണ്ടിരുന്നവനോട് വന്ന് പറയുന്നൊരു പദമുണ്ട്, യു ആർ എ മൈറ്റി വാരിയർ. നീ ഈ ബലത്തോടെ പോകുക. അപ്പം ഇവൻ എന്തുകൊണ്ടാണ് ഈ കരിവേലകത്തിന് കീഴിൽ നിന്ന് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട് ദൈവത്തോട്. പക്ഷേ ഇന്നലെ ഈ വചനത്തിന് മുകളിലത്തെ ഭാഗം വായിച്ചപ്പം ഈ മിദ്യാന്യരുടെ ഇസ്രായേലിൻ്റെ അവസ്ഥ ആദ്യമേ പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയ്ക്കൊരു കാര്യം കയറി വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ഒരു പ്രവാചകനെ അയച്ചു. 6-ാം അധ്യായത്തിൻ്റെ ആ 3-ാമത്തെ വാക്യത്തിനകത്ത് വരുമ്പം അവിടെ ഒരു പ്രവാചകനെ അയച്ചിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ ഇതിനെ തിരിച്ചു പിടിക്കണം. എന്താ പറയുന്നത്? നിങ്ങൾ ഈ മിദ്യാന്യരെ ദേശങ്ങളെ സേവിക്കരുത്, അത് വിട്ടുകൊടുക്കരുത് എന്നുള്ള രീതിയിൽ ഒരു പ്രവചനം. ആമേൻ, സ്തോത്രം. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. അതിൻ്റെ ഇസ്രായേൽ മക്കൾ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മിദ്യാന്യരുടെ നിമിത്തം യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ ഒരു പ്രവാചകനെ ഇസ്രായേലിന്റെ മടുക്കൽ അയച്ചു. അവൻ അവരോട് പറഞ്ഞത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് അടിമ വീട്ടിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന് മിസ്രയീമിയുടെ കയ്യിൽ നിന്ന് നിങ്ങളെ പീഡിപ്പിച്ച എല്ലാവരുടെയും കയ്യിൽ നിന്നും ഞാൻ നിങ്ങളെ വിടുവിച്ച് അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവരുടെ ദേശം നിങ്ങൾക്ക് തന്നേക്കുന്നു. ഞാൻ യഹോവയാകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രവചനം പറയുകയാണ്. അവിടുത്തെ വിഗ്രഹങ്ങളോ അതോ നിങ്ങൾ ഫോളോ ചെയ്യില്ലെന്നുള്ള ഒരു പ്രവചനം ഒരു പ്രവാചകൻ അവിടെ വന്ന് വിളിച്ചു പറഞ്ഞപ്പം ആ ഇസ്രായേലിലുള്ള ഒരാൾ പോലും അത് ഫോളോ ചെയ്തില്ല. ഒരുവൻ ആ പ്രവചനത്തെ സ്വീകരിച്ചു. എന്നിട്ട് അവൻ തീരുമാനിച്ചു, എൻ്റേത് ഞാൻ വിട്ടുകൊടുക്കത്തില്ല. സ്തോത്രം, സ്തോത്രം. എൻ്റേത് ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട്, സ്തോത്രം, ആ കരിവേലകത്തിൻ്റെ കീഴിലിരുന്ന് ആ ശത്രുവിന് കൊടുക്കാൻ പറ്റാൻ ആരും അറിയാതെ അവൻ ആ മുന്തിരിച്ചക്കിനരികെ നിന്ന് മെതിച്ചുകൊണ്ട് അവിടെ നിന്ന് അവൻ്റെ ഇത് വിട്ടുകൊടുക്കാതെ അവൻ അവിടെ പിടിച്ചു വെച്ചേക്കുക. സ്തോത്രം. ഞാനൊരു കാര്യം പറയാം. ആ പ്രവചനത്തിൻ്റെ ആ പ്രവാചകൻ്റെ ദൂതിനെ കേട്ട് ആരും അറിയാതെ കരിവേലകത്തിൻ്റെ കീഴിൽ നിന്നവനെ ദൈവം കണ്ടിട്ട് ദൈവത്തിൻ്റെ ദൂതൻ അവൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരു കാര്യം പറയുകയാണ്, നീ മൈറ്റി വാരിയറാ. കാര്യങ്ങൾ പറഞ്ഞപ്പം വീണ്ടും അവൻ പറയാം, പിന്നെ എന്തുകൊണ്ടാണ് ഇത് എനിക്ക് ചുറ്റും സംഭവിക്കുന്നത്? എനിക്ക് സംഭവിക്കുന്നില്ല, സത്യമാ. പക്ഷേ എന്തുകൊണ്ടാ പിന്നെ ഈ ചുറ്റുപാടും അത് നടക്കുന്നേ? സ്തോത്രം. ഗിദെയോന്റെ ഈ വിഷൻ, ഈ ചിന്ത കണ്ടപ്പം ദൈവത്തിൻ്റെ ആത്മാവിന് ഒരു രഹസ്യം അവനോട് പറയാൻ തോന്നി. ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് ഇത്രയും ചെയ്തിരിക്കുന്നത് ഗിദെയോനോട് പറയുകയാണെങ്കിൽ, ഒന്നേ ജോഹാനെ, സ്തോത്രം, നീ പ്രവചന ശബ്ദം കേട്ടിട്ട് എല്ലാവരുടെയും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിച്ച് പറഞ്ഞതിനെ ആരും കേൾക്കാതിരിക്കുമ്പോൾ സ്വർഗം ആരും അറിയാതെ ആ ദൂതിനെ ഏറ്റെടുത്ത് സ്വന്തം കാര്യം ചെയ്യുന്ന ഗിദെയോനെ കണ്ടിട്ട് ദൂതം വന്നിട്ട് ഈ ഗിദെയോനോട് പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, ഈ ദൈവപ്രവൃത്തിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ പറയാണ്, പിന്നെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? അവൻ്റെ വിഷൻ കണ്ടപ്പം ഈ ദൂതൻ അവനോട് വന്നിട്ട് ഒരു രഹസ്യം പറയുക. അതുവരെ അവനോട് അറിയാത്ത ഒരു രഹസ്യം അവനോട് പറയുക.
പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരുമ്പോൾ ഇതുപോലെ നമ്മളിത് സംഭവിക്കുന്നേ. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ വരുമ്പം ആ കാര്യസ്ഥൻ നമ്മളോട് ചില സത്യം പറയും. ആ സത്യമാണ് നമ്മളെ പിന്നെ മുമ്പോട്ട് നടത്തുന്നത്. ഇതുപോലെ പരിശുദ്ധാത്മാവാകുന്ന വ്യക്തി വന്ന് പറയുന്നത് പോലെ ഒരു വ്യക്തി വന്ന് ഗിദെയോനോട് പറയുകയാണ്, സ്തോത്രം, ഈ ദേശത്തെ ഞാൻ നിനക്ക് തരുക. ഇനി നിനക്കിത് പിടിക്കാൻ നിനക്കൊരു കാര്യമുണ്ട്, നീ ഈ ബലത്തോടെ പോകാം. ഏത് ബലമാ? ആരും അറിയാതെ ആ ശബ്ദം കേട്ട് കരിവേലകത്തിൻ്റെ കീഴിൽ നീ മെതിച്ചുകൊണ്ടിരുന്ന ആ ബലം ഉണ്ടല്ലോ, ആ ബലം, ദാറ്റ് പവർ ഈസ് ഇനഫ് ഫോർ നെക്സ്റ്റ് 40 years. നീ ഇപ്പം കാണിച്ച ഈ ശക്തി ഉണ്ടല്ലോ, ഈ ശക്തി മതിയെന്ന് അടുത്ത 40 വർഷം നിനക്കൊരു ന്യായാധിപനായിട്ട് വാഴാൻ. സ്തോത്രം. ഇതാ ഈ രഹസ്യം അവൻ അറിഞ്ഞേ. ഏതാ? എന്നിൽ വ്യാപരിക്കുന്ന, ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പം ഞാൻ ആരും കാണാതെ ചെയ്യുന്ന ഈ ശക്തി എനിക്ക് മതിയെന്ന്. എന്താ? എൻ്റെ വീടിനകത്തെ അശേര പ്രതിഷ്ഠകളെ ഉടയ്ക്കാനും എനിക്ക് ഈ ശക്തി മതിയെന്ന് ഗിദെയോന് മനസ്സിലായ അപ്പോഴാ. സ്തോത്രം, സ്തോത്രം. എൻ്റെ മേളിൽ ഇങ്ങനൊരു ശക്തിയുണ്ട്, ഈ ശക്തിക്ക് ഇത്രയും മതിയെന്ന് മനസ്സിലായത്. അമേൻ. ഈ ദൂതൻ വന്ന് ഗിദെയോനോട് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഗിദെയോന് പിടികിട്ടി, എൻ്റെ വീടിനകത്തെ അശേര പ്രതിഷ്ഠകളെ ഉടയ്ക്കാൻ എനിക്ക് ഈ ശക്തി മതി. സ്തോത്രം. ഞാൻ മുമ്പോട്ട് പോകുമ്പം ചില 300 പേരെ തെരഞ്ഞെടുത്ത് മിദ്യാനിയെ തോൽപ്പിക്കാൻ, ആമേൻ, അവിടുത്തെ ആമേൻ സ്തോത്രം യവത്തപ്പങ്ങളെ വാളാക്കി മാറ്റാൻ എനിക്ക് ഈ ശക്തി മതി. സ്തോത്രം. ഈ രഹസ്യമാണ് ദൂതൻ വന്ന് ഗിദെയോനോട് പറയുന്നത്. ഏത് രഹസ്യമാ? നിന്നിലുള്ള ഈ ശക്തി മതിയെന്ന് അടുത്ത 40 വർഷത്തേക്കിന് ആമേൻ സ്തോത്രം ഈ ലോകത്തിൽ ഇനി അടുത്ത നെക്സ്റ്റ് ഇയറിൽ ആമേൻ ഈ ഇസ്രായേൽ മുഴുവനും ഒരാധിപത്യം പുലർത്തിക്കൊണ്ട് ശത്രുവിനെ തകർക്കാൻ ആമേൻ ഈ പവർ മതി എന്നുള്ള രഹസ്യം ആ ദൂതൻ വന്ന് പറഞ്ഞപ്പോഴാണ് ഗിദെയോൻ അറിയുന്നത്. സ്തോത്രം. ഇതേ രഹസ്യമാണ് പരിശുദ്ധാത്മാവ് വന്ന് നമ്മളോടും പറയുന്നത്. എടാ, നിൻ്റെ അകത്ത് ഞാൻ ശക്തി പകർന്നിട്ടുണ്ട്. ആ ബലത്തോടെ നീ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നാൽ മതി പത്രോസേ. ഹല്ലേലൂയ. ആ ബലം മതി നിനക്ക് എവിടെ എഴുന്നേറ്റ് സഭ സ്ഥാപിക്കാൻ. ആ ബലം മതി 3000 പേര് കർത്താവിനെ അറിയാനായിട്ട്, സഭ തുടങ്ങാനായിട്ട്, ദൈവപ്രവൃത്തികൾ നടക്കാനായിട്ട്, ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന ഉപദേശങ്ങൾ വെളിപ്പെടാനായിട്ട്. ഹല്ലേലൂയ. അല്ലയോ ഗിദെയോനെ, ഇന്ന് ദൂതൻ വന്ന് നിന്നോടൊരു രഹസ്യം പറയുകയാണ്. നീ ഒറ്റയ്ക്ക് കരവേലകത്തിൻ്റെ കീഴിൽ നിന്ന് പൊടിച്ചോണ്ടിരിക്കുന്ന ആ ശക്തി മതി നിനക്ക് ഈ രാജ്യത്തെ പിടിക്കാൻ. സ്തോത്രം. ഈ രഹസ്യത്തെ ഗിദെയോന് പിടികിട്ടിയത് ഈ ദൂതൻ വന്ന് പറഞ്ഞപ്പോഴാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇതുപോലാണ് പരിശുദ്ധാത്മാവെന്ന് കാര്യസ്ഥൻ നമ്മുടെ അടുത്തോട്ട് വന്ന് നമ്മളോട് പറയുന്നത്. ഹല്ലേലൂയ. നിൻ്റെ അകത്ത് ശക്തി ഉണ്ടെന്ന. അതുകൊണ്ട് ഇന്ന് പകലിൽ അവിടെ നടക്കുന്നത് പോലെ ആമേൻ ശത്രു വന്നു, മിദ്യാന്യർ വരുന്നു, കിഴക്ക് ദേശക്കാർ വരുന്നു, കൊണ്ടുപോകുന്നതല്ല സത്യം, അതിനെ തകർക്കുന്നതാണ് സത്യം. ആമേൻ. ഇപ്പം നടക്കുന്ന ഈ നഷ്ടമുണ്ടല്ലോ, അതല്ല ശരി, അതല്ല സത്യം, അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. അതിനെ കീഴ്പ്പെടുത്തുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ദൂതൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പകലിൽ പറ, കർത്താവ്, ഞാൻ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി അല്ല സത്യം, ഇതിൻ്റെ മീതെ ഞാൻ നടക്കുന്നതാ സത്യം. ഈ തിലമാലയല്ല സത്യം, അതിൻ്റെ മീതെ ഞാൻ നടക്കുന്നതാ സത്യം. അതിനെന്താ വേണ്ടത്? ഇപ്പോൾ എൻ്റെ അകത്തുള്ള ഈ ശക്തി മതിയെന്ന്. സ്തോത്രം. ഗിദെയോനോർത്തത് വലിയ കാര്യമാണ്. ഈ പരിപാടിക്ക് ഗിദെയോന് സംശയമില്ല. പക്ഷെ പറയുന്നയാൾ ദൈവമാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഗിദെയോൻ അടയാളം ചോദിക്കുന്നത്. തൻ്റെ മേൽ വ്യാപരിക്കുന്ന ശക്തിയെക്കുറിച്ചൊരു സംശയം ഗിദെയോനില്ലായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലിൽ ദൈവാത്മാവ് പറയുകയാണ്, രഹസ്യം പറയുകയാണ്, ഇത്രയും കാര്യം മതിയെന്നേ ഇത് ചെയ്യാൻ. സ്തോത്രം. ഇത്രയും കാര്യം മതിയെന്നേ ഇത് ചെയ്യാൻ. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ അവൻ്റെ ഇത് കേൾക്കുമ്പോൾ എൻ്റെ അദ്ദേഹം പറയുന്നത്, എൻ്റെ കയ്യിലെങ്ങാണ്ട് ഒരു പഴയ പന്ന മൊബൈൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു ഇത് മതിയെന്ന്. അപ്പോൾ അവൻ അത് എടുത്തുകൊണ്ടൊരു വീഡിയോ എടുക്കാൻ തുടങ്ങിയതാ. അത് എടുത്തുകൊണ്ട് അതിനകത്ത് എഡിറ്റ് ചെയ്യാന്ന്. അപ്പോൾ ആരാണ്ട് പറഞ്ഞ് ഇതിനകത്ത് ഇതെല്ലാം പറ്റുമെന്ന്. സ്തോത്രം. അതിനകത്ത് അതാരോ ഒരു രഹസ്യം പറഞ്ഞു കൊടുത്ത പോലായിരുന്നു. എടാ, ഇത് മതി ഇത് ചെയ്യാനെന്ന്. അപ്പം തിരിച്ചറിഞ്ഞു ഇത് മതി, അപ്പം തുടങ്ങി പരിപാടി എന്ന് പറഞ്ഞതുപോലെ ഗിദെയോനോട് പറയാം, നീ ഈ ബലത്തോട് പോ. ദിസ് ഈസ് മോർ ദാൻ ഇനഫ്. നീ ആ പ്രവചനത്തെ കേട്ട അനുസരിച്ച് ആ ശക്തി ഉണ്ടല്ലോ, അത് മതി.
ഞാനൊരു കാര്യം പറയാം, പലതും ഒക്കെ വിട്ടിട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ ഇവിടെ വന്നിരിക്കുന്നത്. പലതും ഒക്കെ മറയിട്ട് നമ്മൾ യേശുവിനെ തിരഞ്ഞെടുത്തേക്കുന്നത് അല്ലേ. നമ്മൾ രക്ഷയിലേക്ക് വന്നപ്പോൾ പല പാരമ്പര്യങ്ങളും പലതും വേണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. ആമേൻ. ഒരു കാര്യം ഞാൻ പറയാം, അങ്ങനെ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് പറയാണ്, ദാറ്റ് പവർ ഈസ് മോർ ദാൻ ഇനഫ്. അമേൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അയ്യോ, എനിക്ക് പറയാൻ അറിയത്തില്ല, ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്, അടുത്ത ടേൺ എൻ്റെ വരുമ്പോൾ ഞാൻ എങ്ങനെ ഇത് പറയുന്നത്, അവർ പറയുന്നത് പോലെ എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല, നമ്മുടെ മേളിലും പവർ ഉണ്ടെന്നേ. ഇതേയൊരു രഹസ്യം മനസ്സിലാക്കി, എൻ്റെ ആരും അറിയാതെ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊണ്ടിരുന്ന, പക്ഷേ എനിക്ക് ആളെക്കാരെ കുറിച്ച് കൺസേൺ ഉണ്ടായിരുന്നു. ആ കൺസേൺ നിറവേറ്റാൻ വേറൊന്നും വേണ്ട, നിന്റെ അകത്തിരിക്കുന്ന ഈ ശക്തി മതി, ഈ ബലത്തോടെ നീ പോക്കൂ. അടുത്ത 40 വർഷം എത്ര വലിയ പൈശാചിക മേഖലയാണെങ്കിലും, എത്ര വലിയ ശത്രുവാണ് നിനക്കെതിരെങ്കിലും, എത്ര വലിയ മിഥ്യാനരാണ്, ഹല്ലേലൂയ, അവൻ എത്ര പവർഫുൾ ആണെങ്കിലും കുഴപ്പമില്ല. അവൻ ഈ പവർ മതി. ഇത് നേടിയെടുക്കാൻ പറ്റുമോ? ഈ രഹസ്യത്തെ ഗിദെയോൻ അന്ന് തിരിച്ചറിഞ്ഞു. എന്നാ ദൂതൻ വന്ന് ഒരു രഹസ്യം പറഞ്ഞു. എന്താണ് ആ രഹസ്യം? എടാ, നിന്റെയിലുള്ള ഈ പവർ ഉണ്ടല്ലോ, ഇത് മതി, നീ മൈറ്റി വാരിയറാ. പെട്ടെന്നൊരു രഹസ്യം പിടികിട്ടി. ആർക്കാ? ഗിദെയോന്. അവൻ ഇത്രയും മനസ്സിലായില്ല. മനസ്സിലായിരുന്നെങ്കിൽ അവൻ വെല്ലുവിളിച്ചേനെ. ഇത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പരസ്യമായിട്ട് അവൻ എഴുന്നേറ്റ് അശേര പ്രതിഷ്ഠകളെല്ലാം ഇടിച്ചു കളയുക. ഹല്ലേലൂയ. പരസ്യമായിട്ട് അവൻ ആളുകളെ തെരഞ്ഞെടുക്കുക. പരസ്യമായിട്ട് അവൻ ആമേൻ ഹല്ലേലൂയ ശത്രുവിനോട് യുദ്ധം ചെയ്യാൻ പോവുക. എന്താ? എവിടുന്ന ഈ പവർ വന്നേ? എവിടുന്ന ഈ കാര്യം വന്ന്? ഒരു ദൂതൻ ഇറങ്ങിയിട്ട് അവനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഇതുപോലെ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ ഇറങ്ങിയിട്ട് നമ്മളോട് ചില രഹസ്യങ്ങൾ പറയും. ഓ സ്തോത്രം. ഇത് പ്രസംഗമല്ല, ഇത് നമ്മളാകാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? എല്ലാവരും യോവേലിനെ കുറിച്ച് അറിയാം. ഈ പ്രവചനം അറിയാത്തവരാരുമില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നപ്പം ആ പ്രവചനത്തിനകത്താ, ആ സത്യത്തിനകത്താ. പരിശുദ്ധാത്മാവ് വരുമ്പം പിന്നെ നമ്മൾ പ്രശ്നങ്ങൾക്കകത്തല്ല, സത്യത്തിനകത്താ. ഒന്ന് പറഞ്ഞേ, സത്യത്തിനകത്താ. സ്തോത്രം. പരിശുദ്ധാത്മാവ് വരുമ്പം നമ്മൾ പിന്നെ തിരമാലകളുടെ അടിയിലോട്ട് പോവല്ല. പരിശുദ്ധാത്മാവ് വരുമ്പം സത്യം എന്താ? തിരമാലകളുടെ മീതെ നടക്കും. എന്തിനാ പത്രോസേ നീ ഇറങ്ങി വരാൻ വിളിച്ചത്? തിരമാലകൾ താണു പോകാനാണോ അതോ അതിന് മീതെ നടക്കാനാണോ? പറഞ്ഞേ, വിച്ച് ഈസ് ദ ട്രൂത്ത്? ഏതാ സത്യം? നടക്കുന്നതാണോ സത്യം? ആമേൻ, ആമേൻ. അപ്പൊ താണു പോകുന്നതോ? അത് സത്യമല്ല. നടക്കുന്നതാ സത്യം. ഇതുപോലെ നമ്മൾ ചില സത്യങ്ങളെ ഇന്ന് രാവിലെ കർത്താവ് ദിവസങ്ങളിൽ വെളിപ്പെടുത്താൻ പോവാം. ഒന്ന് സ്വീകരിക്കാൻ പറ്റുമോ? നമ്മുടെ മേൽ ശക്തി ഉണ്ടെന്നേ. ഒന്ന് പറഞ്ഞേ. ആരും അറിയാതെ ഇരുന്ന ഗിദെയോൻ അന്നേരം പിടികിട്ടിയ എൻ്റെ മേൽ ശക്തിയുണ്ടെന്ന്, എൻ്റെ മേൽ ശക്തിയുണ്ടെന്ന്. ദൂതൻ പറഞ്ഞ്, എടാ നിന്റെ മേൽ ശക്തിയുണ്ടെടാ, ഇത് മതിയെന്ന്. 40 വർഷം ഒരു രാജ്യത്തെ നിയന്ത്രിക്കാൻ ഈ ശക്തി മതിയെന്ന്. ഏതാ? ആരും അറിയാതെ വീട്ടിലിരുന്ന് ചെയ്തുകൊണ്ടിരുന്നത്, ആരും അറിയാതെ കരിവേലകത്തിന്റെ കീഴിൽ നിന്ന് ചെയ്തുകൊണ്ടിരുന്ന ആ പവർ മതിയെന്ന്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആരുടെ മേലെ ഇതില്ലാത്തത്? ആമേൻ. ഒന്ന് പറഞ്ഞ്, എൻ്റെ മേൽ ഇതുണ്ടെന്ന് പറ. അത് മതിയെന്നെ, അത് മതിയെന്നെ. നമ്മൾ പറയുന്ന ഒരു വാക്ക് മതിയെന്നെ. ഹല്ലേലൂയ. എനിക്ക് അറിയത്തില്ലെന്നും കഴിയത്തില്ലെന്നും നമ്മൾ പറയരുത്. നമ്മുടെ മേളിൽ ഈ ശക്തിയുണ്ട്. യേശുവിനെ വിശ്വസിക്കാൻ, യേശുവിന് വേണ്ടി നിൽക്കാൻ. ഒന്നുമല്ലെങ്കിൽ ഈ ഒരു ദിവസം അവധി കിട്ടിയപ്പം കിടന്നുറങ്ങേണ്ട നമ്മൾ ഇന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനുള്ളൊരു കൊതിയോടെ ഇന്നിവിടെ വന്നെങ്കിൽ ഈ പവർ മതിയെന്ന്. ആമേൻ. ഓ, ഈ ശക്തി മതിയെന്ന്. സ്തോത്രം. അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുക. അവൻ നിന്നെ ബലപ്പെടുത്താൻ തുടങ്ങും. അവൻ നിന്നെ ഐഡിയ തരാൻ തുടങ്ങും. എന്താ ചെയ്യേണ്ടെന്നുള്ള വിസ്ഡം പകർന്നു തരാൻ തുടങ്ങും. ഹല്ലേലൂയ. നീ ഇത്രയും പേരെ മാനുഷികമായിട്ട് നോക്കുമ്പോൾ ഇത്രയും ആൾ വരും. അല്ല, വേണ്ട. നീ പട്ടി നക്കി കുടിക്കുന്നത് പോലെ കുടിക്കുന്ന 300 പേര് നിന്റെ കൂടെ മതിയെന്നുള്ള വിസ്ഡം നിന്റെ മേളിൽ പകരാൻ തുടങ്ങും. അതാണ് ഈ പവറിന്റെ പ്രത്യേകത. അതാണ് ദൂതൻ ഇറങ്ങി വന്ന് ഗിദെയോനോട് പറഞ്ഞത്, ഇന്ന് ഞാൻ നിന്നോട് രഹസ്യം പറയാം, നിനക്ക് ഈ ശക്തി മതി. യു ആർ മൈറ്റി വാരിയർ. ഇതാ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് രഹസ്യം പറയുക. നിന്നിൽ വ്യാപരിക്കുന്ന ശക്തി, the same power was with Jesus. ആ പവറാണ് അവനെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചത്. ആ പവറാണ് അവന് ശക്തി പകർന്നത്. ഹല്ലേലൂയ. അതേ ശക്തി നിന്നിലും ഉണ്ട്. സ്തോത്രം. ഇതാണ് പരിശുദ്ധാത്മാവ് പറയുന്ന രഹസ്യം.
എത്ര പേർക്ക് ഇത് പിടികിട്ടി? ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ ദൈവാത്മാവിൽ നമ്മൾ തളർന്നിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ മേഖലകൾ ഉണ്ടെങ്കിൽ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കാണാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകൾ ഉണ്ടെങ്കിൽ, കർത്താവ് അതിനെ റിവീലാക്കാൻ പോവാ, കർത്താവ് അതിനെ പരസ്യമാക്കാൻ പോവാ. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ അതിരുകളെ ദൈവം വിശാലമാക്കും. ഒന്ന് ഈ ദൂതനെ ഒന്ന് ഏറ്റെടുത്തേ. ഹല്ലേലൂയ. ഗിദെയോനെ, നീ ആരും അറിയണ്ടെന്ന് ആഗ്രഹിച്ച് ഇവിടെ നിൽക്കുമായിരിക്കും. നിനക്ക് വിചാരിക്കുന്നത് എന്നെ കൊണ്ട് കഴിയത്തില്ലെന്നുള്ള വിചാരത്തിലായിരിക്കാം, അല്ലെ ഭയപ്പെട്ടിട്ടായിരിക്കാം. ഇതെന്തൊക്കെയാ നടക്കുന്നത്? അകത്ത് വിഷനൊക്കെ ഉണ്ട്, ആ ദർശനമുണ്ടെന്ന് ഗിദെയോനോട് സംസാരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. എൻ്റെതൊന്നും പോകുന്നില്ല, പക്ഷെ ഇവർക്കെല്ലാം എന്നെ ഇങ്ങനെ വരുന്നതെന്ന് അവൻ ചോദ്യം ചോദിക്കുമ്പോൾ അവൻ്റെ അകത്തൊരു വിഷനുണ്ട്. ഈ ജനത്തെക്കുറിച്ചൊരു ഭാരമുണ്ട്. ദിസ് ഈസ് മോർ ദാൻ ഇനഫ്. അങ്ങനെ ഒരു എരിവ് നമ്മുടെ അകത്തുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെ അകത്തേക്ക് സൂക്ഷിക്കുന്ന ആ പാപം ചെയ്യാതെ, ആ പ്രവൃത്തി ചെയ്യാതെ, അതിലേക്ക് പോകാതെ നമ്മൾ നിൽക്കുന്ന പവർ ഉണ്ടല്ലോ, അത് മതി ചില രോഗികളെ സൗഖ്യമാക്കാൻ. ഇതാണ് പരിശുദ്ധാത്മാവ് പത്രോസിനോടും യാക്കോവിനോടും പറഞ്ഞത്. ഈ 40 വർഷക്കാരൻ കിടക്കുന്ന സുന്ദരമെന്ന ദേവാലയത്തിൽ കിടക്കുന്നവനെ കണ്ടുപോയ ഒത്തിരി പേര് കാണും. പക്ഷേ ഇതിനെ മനസ്സിലാക്കാൻ, ഇതിനെ എഴുന്നേൽപ്പിക്കാനുള്ള പവർ എനിക്കുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയാണ്. വെള്ളിയും പൊന്നും എനിക്കില്ല, പക്ഷേ വി ഹാവ് ദ പവർ, വി ഹാവ് ദ നെയിം ഓഫ് ക്രൈസ്റ്റ്, ആ നേച്ചർ ഓഫ് ക്രൈസ്റ്റ്. അമ്മ ഞങ്ങൾക്ക് അവൻ്റെ നേച്ചറുണ്ട്. അവൻ്റെ നേച്ചർ എന്താണെന്നറിയാമോ? ഈ മുടനെ എഴുന്നേൽപ്പിച്ച് നടത്തുക. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ ആത്മാവിൽ നമുക്കൊന്ന് എഴുന്നേൽക്കാം. ഹല്ലേലൂയ. ഒന്ന് റിസീവ് ചെയ്തേ ഈ ദൂതനെ. സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് ആത്മാവിൽ ഒന്ന് ഏറ്റെടുത്തേ ഈ ദൂതനെ. ഹല്ലേലൂയ. ഗിദെയോനോട് പറഞ്ഞതുപോലെ ദൈവം വന്ന് ചില രഹസ്യം പറയുകയാണ്. നിനക്ക് ഈ ശക്തി മതിയെന്നേ. ഹല്ലേലൂയ. ഞാൻ നിന്നെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കാൻ പോവുക. നാളുകളായി വാണോണ്ടിരുന്ന ചില പ്രതിഷ്ഠകളുണ്ട്, നീ അത് ഇടിച്ചു കളയുമെന്നേ. നിന്റെ കുടുംബത്തിനകത്ത് വാഴുന്ന ചില പ്രവൃത്തികൾ ഉണ്ടായിരിക്കാം, നീ അത് കണ്ട് ഭയപ്പെട്ട് നിൽക്കുകയല്ല. നിന്റെ അകത്ത് ശക്തി ഉണ്ടെന്ന ഇന്നത്തെ ആരാധനയിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്ന രഹസ്യം അതാണ്. നിന്റെ ശാപങ്ങളെ അവൻ തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ. നിങ്ങളുടെ വേദനകളെ അവൻ ചുമന്നു കഴിഞ്ഞു. നിങ്ങളിനി പ്രയാസപ്പെട്ടിരിക്കേണ്ട, നിങ്ങളിനി ഭാരപ്പെട്ടിരിക്കേണ്ട. കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾക്ക് എന്നാ ഇങ്ങനെ നിങ്ങൾ ചോദിച്ചിരിക്കേണ്ട. യു ഹാവ് ദ പവർ. നിന്റെ അകത്ത് ശക്തിയുണ്ട്. ആ ശക്തി ഉണ്ടെന്ന് നീ തിരിച്ചറിയുമ്പോൾ നീ എഴുന്നേൽക്കാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചില സൈക്കിൾസ് ഉണ്ട്. അവർ ആമേൻ കൃഷി ചെയ്യും, മറ്റവരെടുത്തോണ്ട് വരും. ഞാൻ ജോലി ചെയ്യും, അതിലേ പോകും. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ചെയ്യും, ആ സമാധാനം കൊണ്ടുപോകും. ഞാൻ കുടുംബമായിട്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും എഴുന്നേറ്റ് ആ വാക്ക് പറയും. ഹല്ലേലൂയ. ഈ സന്തോഷം വരുമ്പം അതിനെ കെടുത്തിക്കളയുന്ന പല കാര്യങ്ങൾ നമ്മുടെ ആമേൻ നമ്മുടെ ചുറ്റുപാടും ഉണ്ടാവും. വളരെ സന്തോഷിച്ചായിരിക്കും അങ്ങോട്ട് പോകുന്നത്, പക്ഷെ ഓഫീസിൽ നിന്ന് കേൾക്കുന്നൊരു വാക്ക് നമ്മളെ തളർത്തിക്കളയും. ഹല്ലേലൂയ. അല്ല, മനുഷ്യൻ എല്ലാം ഉണ്ടെങ്കിലും ഇടയ്ക്കൂടെ കയറി വരുന്ന പായസത്തിനകത്ത് കയ്പ് വന്നതുപോലെ കയ്പിടുന്ന ചില വ്യാപാരങ്ങളുണ്ട്. ഇന്ന് പകലിൽ അതിനെ തിരിച്ചറിഞ്ഞ് ഗിദെയോൻ ആ കുടുംബത്തിനകത്ത് കയറി ചില പ്രതിഷ്ഠകളെ ഉടച്ചതുപോലെ യു ഹാവ് ദ പവർ. നിനക്ക് ആ ശക്തിയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുക. ആമേൻ, ആമേൻ. ഇനി നമ്മൾ അതിനകത്ത് സഞ്ചരിക്കാൻ പോവാ. സത്യത്തിനകത്ത് നമ്മൾ സഞ്ചരിക്കാൻ പോവാ. സത്യം ഇതാന്ന് കേൾപ്പിക്കുക മാത്രമല്ല, ആ സത്യം അങ്ങനെ നടക്കുക. ആമേൻ. അനീഷിപ്പ എന്നോട് പറയുക, പാസ്റ്റർ എനിക്ക് 5 ലക്ഷം കേടി എൻ്റെ കയ്യിലുണ്ട് ആമേൻ എന്ന്. ഹല്ലേലൂയ. അങ്ങനെ അത് അവിടെ 10 കോടിയുണ്ട്. ഇതെല്ലാം കൂടെ ഉണ്ട് എന്ന് പറയുകയല്ല. ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം കൂടെ എനിക്കൂടെ തരുമ്പോഴാണ് ഞാൻ അതായി മാറുന്നത്. അതുകൊണ്ട് ദൈവം പറഞ്ഞത് എനിക്കിതെല്ലാം ഉണ്ടെന്ന് നമ്മളോട് പറയുകയല്ല, ഇതെല്ലാം നിൻ്റേതാണെന്ന് പറഞ്ഞ് നിനക്ക് തരുമെന്ന് പറഞ്ഞിട്ട് അതിനകത്തൂടെ നമ്മൾ സഞ്ചരിക്കുക. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അതാണ് സകല സത്യത്തിലും നമ്മളെ വഴി നടത്തുക. ആമേൻ. നമ്മളെ അതിനകത്തൂടെ കയറ്റി വിടുക. അതാണ് അപ്പോസ്തല പ്രവൃത്തിയിലൂടെ എല്ലാം നമ്മൾ കാണുന്നത്. അതാണ് അപ്പോസ്തലന്മാർ നടത്തിയത്. അതാണ് അവരിലൂടെ ചെയ്ത പ്രവൃത്തികൾ. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആത്മാവിൽ ഒന്ന് എഴുന്നേൽക്കാം. എല്ലാവരും ഇന്ന് ദിവസം എഴുന്നേറ്റ് തന്നെ ഒന്ന് റിസീവ് ചെയ്തേ. ചില സൈക്കിളുകൾ ദൈവം പൊട്ടിക്കാൻ പോകുന്ന ആത്മാവ് പറയുക. എന്താ? വർഷങ്ങളായിട്ട് എല്ലാം ഉണ്ടെങ്കിലും അതങ്ങോട്ട് അനുഭവിക്കാൻ പറ്റാത്ത സൈക്കിളുകൾ പോലെ ഇവർ കൃഷി ചെയ്യും, അവരെടുത്തോണ്ട് പോകും. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ദൈവാത്മാവ് ഇന്ന് പകൽ ചിലതിനെ പൊട്ടിച്ചു കളയാ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരെ, ഇവിടെ ഇരിക്കുന്ന പലരും പലവിധ പ്രയാസങ്ങളിലൂടെ പോകുന്നവരുണ്ട്. സ്തോത്രം. ആ സൈക്കിളിനകത്ത്, ആ ചുഴിക്കകത്ത് കിടന്ന് കറങ്ങാനല്ല ദൈവം നമ്മളെ വിളിച്ചേക്കുന്നേ. ഈ കറങ്ങിക്കൊണ്ടിരുന്നപ്പം ദൈവം ഒരു പ്രവാചകനെ അയച്ചൊരു പ്രവചനം പറഞ്ഞു, നിങ്ങൾ അങ്ങനെ കറങ്ങണ്ട. ഒറ്റ കാര്യം ഇതിനകത്തുള്ളൂ,
വിശ്വാസത്തിന്റെ അനുസരണം. ഇതനുസരിച്ച ഗിദെയോൻ പറയുകയാണ്, ഗിദെയോനോട് ദൈവത്തിന് അടുത്ത ഇന്റർവെൻഷൻ പറയുകയാണ്, നീ അനുസരിച്ചത് ഞാൻ കാണുന്നുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ മക്കളുടെ നിലവിളി കേട്ടപ്പം ഞാനൊരു പ്രവാചകനെ അയച്ചു പറഞ്ഞ ശബ്ദം നീ കേട്ടു. ആമേൻ. സ്തോത്രം. നീ ഇങ്ങനെ ചുരുങ്ങിയിരിക്കാനല്ല. സ്തോത്രം. നിന്റെ ഈ ബലം മതി. നിനക്കറിയത്തില്ലെന്ന് പറയണ്ട. ലോക രാജ്യങ്ങളെ പിടിച്ചടക്കാൻ, നിന്റെ പ്രശ്നങ്ങളെ പിടിച്ചടക്കാൻ, നിന്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളെ പിടിച്ചടക്കാൻ, നമ്മൾ അനുഭവിക്കുന്ന മാനസിക ശാരീരിക പ്രതിസന്ധികളെ പിടിച്ചടക്കാൻ, ചില സൈക്കിളുകൾ പോലെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന ചിലതിനെ, ആമേൻ ഹല്ലേലൂയ, ഇരുട്ടിൻ്റെ ശക്തികളെ അറസ്റ്റ് ചെയ്യാനുള്ള പവർ ഹല്ലേലൂയ ഗിദെയോന്റെ മേളിൽ വ്യാപരിച്ചതുപോലെ നമുക്കൊന്ന് ഒരുമിച്ച് ആത്മാവിൽ അതിനെ ഒന്ന് സ്വീകരിച്ച കർത്താവേ, ഇന്ന് ഞങ്ങളുടെ മേളിൽ അതൊന്ന് പകർന്നു നൽകണം. ഞങ്ങൾക്ക് ആ സത്യത്തിനകത്തൂടെ സഞ്ചരിക്കണം. ഹല്ലേലൂയ. ആ സത്യം ഞങ്ങളുടെ മേൽ റിവീലാകണം. ആമേൻ. ഞങ്ങളെ വിളിച്ചത് ആമേൻ ഈ തിരമാലകളുടെ മീതെ നടക്കാനാണ്. ഈ താണു പോകുന്നത് സത്യമല്ല. വിളിച്ചത് പറഞ്ഞത് യേശു പറഞ്ഞത് ആമേൻ ഇതിനെ മീതെ നടക്കാനാണ്. അതാണ് സത്യം. താണു പോകുന്നത് സത്യമല്ല. അതുകൊണ്ട് ഇന്ന് പകലിൽ പ്രശ്നങ്ങൾക്കകത്ത് നമ്മളെ അലട്ടി നമ്മുടെ മൈൻഡിനെ ഡിസ്റ്റർബാക്കി നമ്മൾ മാനുഷികമായി ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ അകന്ന അവസ്ഥയിലോട്ട് നമ്മൾ നിൽക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചേക്കുന്നത്. ഇന്ന് പകലിൽ തിരിഞ്ഞൊന്ന്, ശത്രുവേ നിനക്ക് ഞാൻ വിട്ടുതരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ. യെസ്. പ്രാർത്ഥിച്ചേ ദൈവത്തോട്. ആമേൻ. ഹല്ലേലൂയ. യെസ്. ആരും കാണാതിരിക്കുന്ന ചിലരിനെ, ചില ശുശ്രൂഷകന്മാരെ, ചില ദൈവപ്രവർത്തികളെ, നമ്മുടെ അകത്ത് ഉറങ്ങിക്കിടക്കുന്ന ഗിദെയോന്മാരെ, ആ മൈറ്റി വാരിയേഴ്സിനെ ദൈവ ഈ ദിവസങ്ങളിൽ ശക്തിപ്പെടുത്താൻ പോവാ. ദൈവം ഈ ദിവസങ്ങളിൽ പുറപ്പെടുവിക്കാൻ പോവാ. ആമേൻ. ഇനി ഇരുളിന്റെ മണ്ഡലങ്ങൾ വാണത് മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒറ്റയ്ക്കൊക്കെ വിശ്വാസത്തിൽ നിൽക്കുന്നവരുണ്ട്. ദൈവാത്മാവിന് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആ ഒറ്റയ്ക്ക് നിൽക്കുന്ന നിപ്പുണ്ടല്ലോ, ആ പവർ ഈസ് മോർ ദാൻ ഇനഫ്. ആ ശക്തി മതി. ഒറ്റയ്ക്ക് ഇറങ്ങിയിരിക്കുന്ന പലരും ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും അങ്ങനെ ഒറ്റയ്ക്ക് വന്നവരാ. പെന്തക്കോസ്തിന്റെ പാരമ്പര്യത്തിനകത്തിരിക്കുന്നവരൊക്കെ ഇവിടെ വളരെ അങ്ങനെയുള്ളവരെ ഇല്ല ഇവിടെ. ഹല്ലേലൂയ. ഒറ്റയ്ക്കൊക്കെ ഇറങ്ങി വന്നവരാ. നിങ്ങളെ വഴി വെച്ച് നഷ്ടപ്പെടുത്തി കളയാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത്. നിങ്ങളെ അതിന്റെ മീനെ നടക്കാനാണ്. നിങ്ങളെ ഒറ്റയ്ക്ക് നിൽക്കുന്ന നിപ്പുണ്ടല്ലോ, ആ പവർ മതിയെന്ന്. ഇരുളിന്റെ മണ്ഡലങ്ങളെ തകർക്കാൻ ആ ശക്തി മതി. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി. ദൈവം ചിലരോട് സംസാരിക്കുകയാണ്. ഗിദെയോനേ, നീ മൈറ്റി വാരിയറാണ്. നീ കാണിക്കുന്ന ശക്തി മതി. ഈ രാജ്യത്വം മുഴുവനും പിടിച്ചെടുക്കാൻ ഈ ശക്തി മതി. നിന്റെ തന്നെ നീ പിടിച്ചടക്കിയ ഈ ശക്തി ഉണ്ടല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. യെസ്. യെസ്. ആത്മാവിൽ ദൂതനെ ഏറ്റെടുത്തേ. ഹല്ലേലൂയ. ആമേൻ. ഏത് വിഷയമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, അതിനെ നോക്കി ഒന്ന് പറഞ്ഞേ.
ആ കിഴക്ക് ദേശത്തോടൊന്ന് പറഞ്ഞേ, നമ്മുടെ നന്മകൾ, അനുഗ്രഹങ്ങൾ, സമാധാനം, ദൈവസ്നേഹം, ദൈവവിളി ചോർത്തിക്കളയുന്ന മണ്ഡലങ്ങൾ ഏതാ? ഏത് പ്രയാസമാ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ രാജ്യം മുഴുവനും പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ കർത്താവേ, ചില ഗിദെയോന്മാരെ, ആരും കാണാതിരിക്കുന്നവരെ ദൈവം റിവീലാക്കാൻ പോകുന്നു, ദൈവം പരസ്യമാക്കാൻ പോകുന്നു. നീ രഹസ്യത്തിൽ ചെയ്തത് ദൈവം പരസ്യമാക്കാൻ പോകുന്നു. ഹല്ലേലൂയ. അതിനുവേണ്ടി ചില ഗോലിയാത്തുമാർ പരസ്യ വെല്ലുവിളികൾ നടത്തുമ്പോൾ, ഹല്ലേലൂയ, നീ രഹസ്യത്തിൽ സിംഹത്തെ കീറിക്കളഞ്ഞത്, കരടിയെ കീറിക്കളഞ്ഞത്, ശത്രുവിനെ പരാജയപ്പെടുത്തിയത്, ആടിനെ രക്ഷിച്ചത്, മനുഷ്യനെ രക്ഷിക്കുന്നതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ദൈവത്തിന്റെ പദ്ധതികൾ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ അവിടെ ഇവിടെയും സിൻസിയറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന, ഹല്ലേലൂയ, ആമേൻ, ഈ രാജ്യത്തുള്ള ചില കൂട്ടായ്മകൾ ഹല്ലേലൂയ പുറത്തേക്ക് വരട്ടെ. സഭകൾ പുറത്തേക്ക് ഒഴുകട്ടെ. ദൈവശക്തിയുള്ളവർ, യഥാർത്ഥത്തിലുള്ള ദൈവത്തിനെ അനുസരിക്കുന്ന, ദൈവത്തിന്റെ സത്യത്തിൽ നിൽക്കുന്നവർ, അത് റിവീൽ ആകട്ടെ. മഞ്ഞ പൊതിഞ്ഞു നിൽക്കുന്നത് ഒരു മഞ്ഞിനകത്താണ്. ആ പൊതി മാറി കഴിയുമ്പോൾ അതിനകത്തെ മഞ്ഞ കഴിക്കാൻ പറ്റുന്നത്. ഈ വചനത്തിനകത്ത് ഈ പൊതിഞ്ഞിരിക്കുന്ന സത്യത്തിന്റെ കവറ് ഇളക്കി കളയുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. ആ ഓറഞ്ചിന്റെ തൊലി പൊളിച്ചു കളയുന്നത് പോലെ ദൈവത്തിന്റെ വിലപിടിപ്പുള്ള നിക്ഷേപങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മളെ തൊലി പൊളിച്ചിട്ട്, പഴത്തിന്റെ തൊലി പൊളിച്ചിട്ട് അവർക്ക് അങ്ങോട്ട് കൊടുക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ആ സത്യത്തിന്റെ കവറങ്ങ് പൊളിക്കും. ആ സത്യത്തെ കവർ ചെയ്ത് വെച്ചിരിക്കുന്ന, അതതിന്റെ രീതി അങ്ങനാണ്, അത് നാച്ചുറലി അങ്ങനാണ്. ആ കവറ് നിങ്ങൾക്ക് പൊളിച്ചിട്ട് അതിനെ റിവീലാക്കി തരുന്ന ഒരാളുണ്ട്. That is Holy Spirit. അത് പരിശുദ്ധാത്മാവാണ്. ചില രഹസ്യങ്ങളെ ദൂതൻ അന്വേഷിച്ചു വരുവ. ചില ഗിദെയോന്മാരെ, എനിക്ക് നിന്നോടൊരു രഹസ്യം പറയാനുണ്ട്. നീ കാണിക്കുന്ന ഈ ശക്തി ഉണ്ടല്ലോ, അതും മതി ഈ രാജ്യത്തെ മുഴുവൻ കീഴടക്കാൻ. പെട്ടെന്ന് പിടികിട്ടി, പെട്ടെന്നൊരു ജ്ഞാനമായിട്ട് മാറി, പെട്ടെന്ന് അവന്റെ ആത്മതലങ്ങളിൽ അത് മന്ത്രിച്ചു. യെസ്, ഇത് മതി. ആളുകളെ ദൈവം മാറ്റുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തില്, യേശുവിന്റെ അധികാരമുള്ള നാമത്തില്, യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ഓരോരുത്തരെയും ദൈവിക സ്പർശനത്താൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സർവവല്ലഭൻ നീരേ, തൂയരേ, സർവവല്ലഭൻ നീരേ.
ശിഷ്യന്മാരെ, Worthy is the Lamb. ശാസ്ത്രിമാരെ, Worthy is the Lamb. വലിയ വിലപിടിപ്പുള്ള You are holy. ആ കാലഘട്ടത്തിലുള്ളവര് അവരെ പരിഹസിച്ചുകൊണ്ട് പലതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരാൾ പറയുകയാണ്, ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ള ഒരു സത്യത്തിനകത്ത് ഞങ്ങൾ നിൽക്കുക. മാത്രമല്ല 100-600 വർഷം മുമ്പ് ജോവേൽ പ്രവചിച്ച സത്യം ഉണ്ടല്ലോ, ഞങ്ങൾ അതിനകത്ത് നിൽക്കുവാണെന്ന്. പരിശുദ്ധാത്മാവ് നമ്മളെ പുറകോട്ട് കൊണ്ടുപോകും. പരിശുദ്ധാത്മാവ് നമ്മളെ ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ള ദൈവ പദ്ധതിക്കകത്തോട്ടാണ് കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. അവൻ നിനക്കത് അറിയിച്ചു തരും. 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 പല പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ വന്നപ്പോൾ നമ്മൾ അതിനെ അതിജീവിച്ച് നിന്ന ആ നിപ്പുണ്ടല്ലോ, അത് മതിയെന്ന്. അമേൻ, അത് മതിയെന്ന്. ഇനി നീ പരസ്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ, നീ തകർന്നു പോകേണ്ട സ്ഥാനത്ത് നീ പിടിച്ചു നിന്ന നിപ്പുണ്ടല്ലോ, ആ ശക്തി മതിയെന്ന്. നമ്മുടെ സഭയോട് പറയാം, പലപ്പോഴും ഒക്കെ നമ്മൾ വീണു പോകേണ്ടവരാ. ദൈവം നമ്മളെ വീടാതെ നിർത്തിയില്ലേ? ആ നാട്ടൊലിവിനോട് ചേർത്ത് നമ്മളെ ഒട്ടിച്ചപ്പം വ്യാപരിച്ച ഒരു ജീവനുണ്ട്. അതുമായിട്ടാണ് നിനക്ക് കണക്ഷനെങ്കിൽ, നിന്റെ ബന്ധമെങ്കിൽ, ആ ശക്തി മതിയെന്ന്. നീ ഇനി ചെയ്യാൻ പോകുന്ന വൻ കാര്യങ്ങൾക്ക് ചെയ്യാൻ, ഇനി നീ അറിയാൻ പോകുന്ന ചില കാര്യങ്ങളെ ചെയ്യാൻ, ഇനി നീ ചെയ്യുന്ന 4 പേര് അറിയുന്ന ചില കാര്യങ്ങളെ ചെയ്യാൻ, നിന്റെ ജനത്തിന്റെ ഇടയിലിരിക്കുന്ന ചില പ്രതിഷ്ഠകളെ ഉടച്ചു കളയാൻ നിന്റെ അകത്തിരിക്കുന്ന ഈ പവർ മതിയെന്ന. ഈ ദൂതിനെ ഏറ്റെടുത്തോണ്ട് പോകുന്നവർ സാധാരണക്കാരായിട്ടല്ല ഇവിടുന്ന് പോകാൻ പോകുന്നത്. നിങ്ങൾ ഇവിടുന്ന് ട്രാൻസ്ഫോം ആയിട്ടേ പോകത്തുള്ളൂ. ഈ ദൂത് ഓൺലൈനിലൂടെ കേൾക്കുന്നവർ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ട്രാൻസ്ഫോം ആകും. നിങ്ങളുടെ അകത്ത് ദൈവശക്തി വ്യാപരിക്കും. നിങ്ങളുടെ അകത്ത് ദൈവകൃപ വ്യാപരിക്കും. നിങ്ങളുടെ അകത്ത് അഭിഷേകം വ്യാപരിക്കും. കർത്താവിന്റെ തിരുമേശയുടെ ശുശ്രൂഷയിലോട്ട് പോവാ. ഈ തിരുമേശയുടെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഈ ശുശ്രൂഷയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഇതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പം അപ്പോസ്തലൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, പെസഹായുടെ രാത്രിയിൽ അവൻ അപ്പം എടുത്തെന്ന് പറയുമ്പം പെസഹായുടെ രാത്രിയിൽ പൗലോസ് അപ്പോസ്തലനില്ല. 12 ശിഷ്യന്മാരെ അവിടെ ഉള്ളൂ. ഫിസിക്കലി അവൻ അവിടെ പ്രസന്റ് അല്ല. പക്ഷെ പരിശുദ്ധാത്മാവുള്ള പൗലോസ് ആ രാത്രിയിലോട്ട് അവൻ ആത്മാവിൽ സഞ്ചരിച്ചിട്ട് ചെന്നിട്ട് അവൻ അതിനെ അനുഭവിച്ചു. എന്നിട്ടാ ഈ ശുശ്രൂഷയെ കുറിച്ചുള്ള വെളിപ്പാട് സഭയ്ക്ക് കൈമാറ്റം ചെയ്തത്. അപ്പം എന്താണെന്നറിയാമോ? ഈ ശുശ്രൂഷ നമ്മൾ ഏറ്റെടുക്കുമ്പം നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ ക്രൂശിലോട്ട് ചെല്ലുക. നമ്മൾ പോലും അറിയാതെ ആ ക്രൂശിലൂടെ നമുക്ക് തന്ന ജയത്തിനകത്തോട്ട് നമ്മൾ പാർട്ടേക്കേഴ്സ് ആവുക. അങ്ങനെ ഒരു ശുശ്രൂഷ ഉണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ മേശയുടെ ശുശ്രൂഷയാണ്. എന്താ? പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ ലോകസ്ഥാപനത്തിന് മുമ്പേയുള്ള ദൈവ പദ്ധതിയുടെ ആ സകല ജഡത്തിൻ്റെ മേളിലും എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ള സത്യത്തിനകത്തോട്ട് 120 പേരെ കൊണ്ടുപോയതുപോലെ പൗലോസ് അപ്പോസ്തലനെ ദൈവം ആ രാത്രിയിലോട്ട് കൊണ്ടുപോയിട്ട് ഈ ശുശ്രൂഷയുടെ രഹസ്യം പറഞ്ഞു കൊടുത്തിട്ട് അത് കൊരിന്ത്യ സഭയ്ക്ക് കൈമാറ്റം ചെയ്യുമ്പോൾ ഇന്ന് പകൽ ഇതിന് പാർട്ടേക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം മറക്കല്ല, ഞാനും ആ രഹസ്യത്തിനകത്തോട്ട് സഞ്ചരിക്കും. ആമേൻ, ആമേൻ. ആ രഹസ്യത്തിന്റെ ആ ട്രൂത്തിനകത്തോട്ട് നമ്മളെ സഞ്ചരിപ്പിക്കുന്നതാണ് ഈ ശുശ്രൂഷ. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? ആ സത്യത്തിനകത്തോട്ട്
നമ്മളെ കൊണ്ടുപോകുന്നതാണ് ഈ ശുശ്രൂഷ. ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ പങ്കെടുക്കുമ്പോൾ ഞാൻ ആത്മാവിൽ നമ്മുടെ ഓൺലൈനിൽ നിന്നൊക്കെ ഇവിടെ ഒരു വാക്ക് പ്രാർത്ഥിച്ച് ആമേൻ ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഇത് ഓൺലൈനിൽ ജോയിൻ ചെയ്ത സകലരെയും, കർത്താവ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സകലരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവശക്തി വ്യാപരിക്കട്ടെ. ഇത് കേൾക്കുമ്പോൾ അവരിയ്ക്കുന്ന ഇടം മറന്നിട്ട് അവരിപ്പോഴുള്ള സാഹചര്യത്തിനൊരു മാറ്റം ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ സത്യം വെളിപ്പെടുത്തി കൊടുത്തിട്ട് ആ ട്രൂത്തിലൂടെ സഞ്ചരിക്കട്ടെ. ഏതെങ്കിലും മാനുഷിക ഉപദേശങ്ങൾക്കകത്തല്ല, സത്യത്തിനകത്തൂടെ സഞ്ചരിക്കട്ടെ. ഞങ്ങൾ സഭയായിട്ട് ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് തിരുമേശയിലേക്ക് അടുത്തു വരാം.